നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം. മക്കയിലെ ജീവിതം പൊറുതിമുട്ടിയപ്പോൾ, ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാണ്, മക്കയിലെ ജീവിതം വളരെ വിഷമിച്ച് പാടുപെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട ജീവൻ കവർന്നെടുക്കാനുള്ള ഗൂഢാലോചന പോലും ശത്രുക്കൾ നടത്തിയപ്പോൾ അള്ളാഹു അനുമതി നൽകിയ റസൂലേ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക, ഹിജ്റ പോവുക. വീട് വളഞ്ഞിരിക്കുകയാണ് ഖുറൈശികൾ. വീട് വളഞ്ഞ ഖുറൈശികൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ വാളുണ്ട്. എല്ലാ ഖുറൈശി ഗോത്രക്കാരോടും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിനു മുമ്പ് അവരെല്ലാവരും കൂടി മീറ്റിംഗ് ചേർന്നിരുന്നു ഗൂഢാലോചനയ്ക്ക് അന്തിമ രൂപം നൽകാൻ. മീറ്റിംഗ് ചേർന്നപ്പോൾ ഖുറൈശി പ്രമുഖന്മാര് പറഞ്ഞു, സകല ഗോത്രങ്ങളിലെയും പ്രതിനിധികൾ ഈ കൂട്ടത്തിലുണ്ടാവണം. മുഹമ്മദിനെ വധിക്കാനുള്ള സംഘത്തില്, വീട് വളഞ്ഞ് വധിക്കാനുള്ള സംഘത്തില് എല്ലാവരും ഉണ്ടാകണം. എന്തിനെന്നറിയുമോ? നാളെ നഊദു ബില്ലാഹ് മുഹമ്മദ് വധിക്കപ്പെട്ടാൽ അതിന്റെ ചോരയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമാകരുത്. ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമായാൽ മുഹമ്മദിന്റെ ആളുകൾ ആ ഗോത്രത്തിനെതിരെ തിരിയും. എല്ലാ ഗോത്രക്കാരന്റെ വാളുമ്മലും ആ ചോര പറ്റണം. അതുകൊണ്ട് ആ കൊലയുടെ ഉത്തരവാദിത്വം എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി വീട് വളയുന്നവരുടെ കൂട്ടത്തിൽ സകല ഗോത്രക്കാരും ഉണ്ടാകണമെന്ന് ഖുറൈശികൾ ചട്ടം കെട്ടിയിട്ടതാ. ആ വീട് വളഞ്ഞ സന്ദർഭത്തിൽ അതാ അത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലി, നിങ്ങൾ എന്റെ വിരിപ്പിൽ ഉറങ്ങണം, നിങ്ങൾ എന്റെ വിരിപ്പിൽ ഉറങ്ങണം, പുതപ്പിട്ടുറങ്ങണം. അലിയേ, അലിയുടെ ധൈര്യം എത്ര വലുതാണ്, അലി എത്ര വലിയ പുലിയാണ്. ലാ ഫതാ ഇല്ലാ അലി വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ. അലിയല്ലാത്തൊരു പോരാളിയില്ല. അലിയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു വിഷമമുണ്ട് എനിക്ക്. അലിയെക്കുറിച്ചൊരു വിഷയം നമ്മൾ നാളേക്ക് നിശ്ചയിച്ചിരുന്നു. സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞാൽ പറയാം, അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ പറയാം. ആ പരാക്രമി, ആ പണ്ഡിതൻ, ആ കവി, ആ ചിന്തകൻ, എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഫാത്തിമാന്റെ പൊന്നോമന ഭർത്താവായ റസൂലുള്ളാഹിന്റെ ജമാതാവായ അലിയാർ തങ്ങൾ, ഹസൻ ഹുസൈനാരുടെ പിതാവായ അലിയാർ തങ്ങൾ കർബലയുടെ അംഗക്കളരിയിൽ ചോര കൊടുത്ത് ദീനിനെ വളർത്തിയെടുത്ത ഹുസൈന്റെ പിതാവായ അലി ഇബ്നു അബീ താലിബ്, ഇമാമുൽ മശാരിഖി വൽ മഗാരിബ്, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, അലി റളിയല്ലാഹു തആല അൻഹു വദാ വിരിപ്പിൽ കിടന്നുറങ്ങുകയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ വീട് വിട്ടിറങ്ങണം. എങ്ങനെ ഇറങ്ങണം? ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്, എല്ലാവരും വളഞ്ഞിരിക്കുകയാണ്. കൊല്ലണം, കൊല്ലണം. ചോര മണക്കുന്ന ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്തും അലിയെ വിരിപ്പിൽ കിടത്തുന്ന നേരത്തും അല്ലാഹുവിന്റെ റസൂൽ അലിയെ വിളിച്ചുകൊണ്ട് ഒരു കിഴി കയ്യിലേൽപ്പിച്ചു കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ കിഴി കയ്യിൽ വാങ്ങിക്കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഈ കിഴി? ആരുടേതാണ് ഈ കിഴി? ആർക്കാണ് ഈ കിഴി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് മക്കയിലെ ആളുകൾ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ്, അവരുടെ സംഖ്യയാണ്, അവരേൽപ്പിച്ച സ്വത്താണ്, അതവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അലിയേ, ഞാൻ നിങ്ങളെ വരവേൽപ്പിക്കുകയാണ്. ഞാൻ എന്റെ നാട് വിടുകയാണ്. ജനിച്ച വീടേ വിട, ജനിച്ച നാടേ വിട. ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ, ശത്രുക്കളെ ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ, ലോകത്തെ നന്നാക്കാൻ വന്ന പ്രവാചകന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്ന ഗതി വന്നതിനെ കുറിച്ച് എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ആലോചിക്കുക. ലോകത്തിന്റെ പുണ്യമായ പൂമാന്, ലോകത്തിന്റെ ഉടമസ്ഥനായ നായകന് സ്വന്തം വീട് അന്യമാണ്, സ്വന്തം നാട് അന്യമാണ്. അങ്ങ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറക്കണം, അങ്ങയുടെ കൂടെ സിദ്ദീഖ് ഒരുങ്ങി വരണം, അങ്ങ് ഹിജ്റ തീർക്കണം, മദീനയിലേക്ക് ഇത് പരക്കണം, അങ്ങനെ ലോകത്ത് മുഴുവൻ പരക്കണം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അവനാണ് തന്റെ റസൂലിനെ പറഞ്ഞയച്ചവൻ സത്യമാർഗവുമായി, സത്യമായ ദീനുമായി. ശത്രുക്കൾ വെറുത്താലും ശരി, കുഫാറുകൾ വെറുത്താലും ശരി, ദീനെ നിയോഗിച്ചവനവനാണ്. ആ ദീനെ നിയോഗിച്ചത് എന്തിനാണ്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, മറ്റു ദർശനങ്ങൾ അതിജയിക്കാൻ, മറ്റു സിദ്ധാന്തങ്ങളെ അതിജയിക്കാൻ, അതിനുവേണ്ടി കടന്നു വന്ന ദീനിന്റെ നായകന്
സ്വന്തം നാടും വീടും അന്യമായി തീരുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കിഴിയേൽപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആർക്കാണ് ഈ അമാനത്ത് തിരിച്ചു കൊടുക്കേണ്ടത്? റസൂല് പേര് പറയാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പേര് പറയാൻ തുടങ്ങിയ അലിയാര് തങ്ങൾ ഞെട്ടിപ്പോയി. അബൂജഹലിന്റെ കുടുംബക്കാര്, ഉത്ബത്തിന്റെ കുടുംബക്കാര്, ഷൈബത്തിന്റെ കുടുംബക്കാര്, വീട് വളഞ്ഞിട്ട് കൊല്ലാൻ ഒരുങ്ങിയവന്റെ ബന്ധുക്കള്, വീട് വളഞ്ഞിട്ട് വാള് കയ്യിൽ പിടിച്ചിട്ട് മുഹമ്മദ് ഇറങ്ങട്ടെ, ആ കഴുത്തിലേക്കാണ് ഈ വാളെന്ന് പറയുന്ന ബന്ധുക്കള്. അവർക്ക് കാശ് തിരിച്ചു കൊടുക്കണമെത്രേ, അവരോട് നീതി കാണിക്കണമെത്രേ, അവരോട് സത്യം പരിചയപ്പെടുത്തണമെത്രേ, അവരോട് അനീതി പാടില്ലത്രേ, അവരോടും ദയ വേണമെത്രേ, അവരോടും ബാധ്യത വീട്ടണമെത്രേ. അള്ളാഹുവിന്റെ റസൂലിനോട് അലിയാര് തങ്ങൾ ഒരു നിമിഷം ചോദിച്ചു പോയി, ഇത്ര വലിയ മര്യാദ വേണോ റസൂലേ? അങ്ങയെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മുടെ സഹാബത്തിനെ മർദ്ദിച്ചവർ, അങ്ങയുടെ അനുയായികളെ കഷ്ടപ്പെടുത്തിയവർ, നമ്മുടെ പണം കൊള്ള ചെയ്തവർ, ആ കൊള്ള ചെയ്ത പണമെങ്കിലും ഇതിൽ നിന്നെടുത്തിട്ട് പോരെ, ഇത് തിരിച്ചു കൊടുക്കാനെന്ന് അലിയുടെ ചോദ്യം മുഴുവനാക്കാൻ സമ്മതിച്ചില്ല അഷ്റഫുൽ ഖൽഖ്. അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്. നീതിയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത് അലിയേ. അവർ ശത്രുക്കളായിരിക്കാം അലിയേ, പക്ഷേ നീതി വേണം അലിയേ. നീതി നടപ്പാക്കാനാണ് ഞാൻ വന്നത് അലിയേ. എന്നെ പറഞ്ഞയച്ചത് അതിനാണ് അലിയേ. നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്നത് നീതിക്ക് വേണ്ടിയാണ് അലിയേ. മക്ക എനിക്ക് അന്യമായതും നീതിക്ക് വേണ്ടിയാണ് അലിയേ. മദീനത്തേക്ക് പോകേണ്ടി വന്നതും നീതിക്ക് വേണ്ടിയാണ് അലിയേ. അതുകൊണ്ട് അവർക്കത് തിരിച്ചു കൊടുത്തേ ഞാൻ തൃപ്തനാകൂ അലിയേ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അവകാശികൾക്ക് ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഈ സംഖ്യ അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണമെന്ന് അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങണം. എങ്ങനെ ഇറങ്ങണം? വീട് വളഞ്ഞവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾക്ക് ഒരുങ്ങിപ്പോകാം. അവൻ ഒറ്റ നോക്കുന്നുണ്ടല്ലോ അർശിൽ നിന്ന്. അവന്റെ കണ്ണെത്താത്ത ദിക്കില്ലല്ലോ. അവന്റെ റസൂലിനെ കാക്കാൻ അവൻ അറിയില്ലേ? അവന്റെ ഹബീബിനെ പറഞ്ഞയച്ചത് അവൻ അറിയില്ലേ? അവന്റെ ഖുർആൻ ഇറക്കി കൊടുത്തത് അവൻ അറിയില്ലേ? മലക്കിനെ പറഞ്ഞയച്ചത് അവനാണ്. ജിബ്രീലേ പോവുക, എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോവുക, എന്റെ ഹബീബിനെ ഓതി കേൾപ്പിക്കുക ജിബ്രീലേ. അവൻ നോക്കുകയാണ്. അവൻ കോപിച്ചാൽ പിന്നെ ചാമ്പലാണല്ല, അവൻ സ്നേഹിച്ചാൽ പിന്നെ നിധിയാണെല്ലാം. അതുകൊണ്ട് അവന്റെ സ്നേഹമാണ്, അവന്റെ കോപമാണ്. അല്ലാഹു ഉറ്റു നോക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അവനും അവന്റെ മലക്കുകളും ഈ നബിക്ക് സലാത്ത് ചൊല്ലുന്നുവെന്ന് അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. ബദറിൽ നിന്നുകൊണ്ട് ഈ നബി പ്രാർത്ഥിച്ചതാണ്, റബ്ബേ ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ, ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ. ഇഖ്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലിയതെന്ന് വാളുകളാണ്. നബി ദുആ ചെയ്തപ്പോൾ അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്, വാളുകൾ ആമീൻ ചൊല്ലി, ആമീൻ ആമീൻ ആമീൻ. തോൽപ്പിക്കരുത് റബ്ബേ, ഞങ്ങളെ ജയിപ്പിക്കണം റബ്ബേ, തൗഹീദ് ഉയരണം റബ്ബേ. ഈ സംഘം തോറ്റാൽ പിന്നെ നിന്റെ ദീന് പറയാൻ ആളുണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ 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 എന്ന് വാളുകൾ ചൊല്ലിയില്ലയോ എന്ന് ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതോർക്കുക. ആ ഘട്ടത്തിൽ, ബദറിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു മറുപടി നൽകിയത്രേ. അല്ലാഹു മറുപടി അറിയിച്ചു കൊടുത്തത്രേ, നബിയെ ഞാൻ ആയിരങ്ങളായ മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് നിങ്ങളെ സഹായിക്കാൻ. ബദറിൽ അവരുണ്ടാകും, ബദറിൽ അവർ പടവെട്ടും, ബദറിൽ അവർ കാവലായിരിക്കും. പേടിക്കേണ്ട നബിയെ, ഞാനില്ലേ നബിയെ എന്ന് പറഞ്ഞു. ബദറിന്റെ യുദ്ധക്കളത്തിൽ അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടൊരു സഹാബി പറയുകയാണത്രേ, ഇത് സാധാരണ വെട്ടല്ലല്ലോ, കരിവാളിച്ച വെട്ടാണല്ലോ, ഒരു മനുഷ്യന്റെ വാളുകൊണ്ട് കൊല ചെയ്യപ്പെട്ട കോലമല്ലല്ലോ എന്ന് ആ സഹാബി അത്ഭുതപ്പെട്ട് പറഞ്ഞതിനെ കുറിച്ച് പറയപ്പെടുകയാണ്. മലക്കുകളിൽപ്പെട്ട പ്രമുഖനായ മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ ഇടിമിന്നലിന്റെ മീകായിൽ, ഇടിമിന്നലിന്റെ മീകായിൽ, മേഘഗർജനത്തിന്റെ മീകായിൽ, ആകാശഗോളങ്ങളിലൂടെ ശബ്ദം മുഴക്കി
കൊടുക്കുന്ന മീകായീലിനെ, ഇടിമിന്നലിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മീകായീൽ, ആ മീകായീലിന്റെ വീട്ടിലാണത്രേ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു. ആ സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ആ റസൂലിന് ഇറങ്ങിപ്പോകണം. എന്ത് കാവൽ, ആരുടെ കാവൽ, എങ്ങോട്ട് പോകണമെന്നധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഷാഹത്തിൽ വുജൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ശത്രുക്കൾക്കിടയിലൂടെ രക്ഷപ്പെട്ടു പോകണം. അതാ കുനിയുന്നു, നബി കുനിയുകയാണ്. നബി കുനിയുകയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്നൊരു പിടി മണ്ണ്, വെറും ഒരു പിടി മണ്ണ് ശത്രുക്കളെ മുഴുവൻ തരണം ചെയ്യാൻ, വലിയ വലിയ കൊലക്കൊമ്പന്മാരെ മുട്ടുകുത്തിക്കാൻ, വാളുകളെ തകർക്കാൻ ആയുധമില്ല, പരിചയില്ല, അമ്പില്ല, പീരങ്കിയില്ല, ഒരു പിടി മണ്ണ്, റബ്ബിന്റെ ഭൂമിയിലെ ഒരു പിടി മണ്ണ്. ആ മണ്ണ് വാരിക്കൊണ്ടെറിഞ്ഞു, അവരുടെ മുഖത്തേക്കെറിഞ്ഞു. അതെറിയുമ്പോഴേക്ക് മന്ത്രിച്ചു, ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ്, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ. ഹുനൈനിൽ വിളിച്ചു പറഞ്ഞ അതേ മന്ത്രം, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ. പിന്നെ എന്ത് നടന്നു എന്ന് ചോദിക്കരുത്, അള്ളാഹു നടത്തി എന്ന് മാത്രം വിശ്വസിക്കുക. കൂടുകൾക്കിടയിലൂടെ, ശത്രുക്കൾക്കിടയിലൂടെ രാജകുമാരൻ കടന്നുപോയി. ആരും അറിഞ്ഞില്ല, കാറ്റടിച്ച് വീശിയതറിഞ്ഞില്ല, പൂമാരൻ വന്നതറിഞ്ഞില്ല, പുതുമണവാളൻ ഇറങ്ങിപ്പോയതറിഞ്ഞില്ല, രാജകുമാരന്റെ സിംഹാസനം ഒഴിഞ്ഞതറിഞ്ഞില്ല, പരിവർത്തനത്തിന്റെ ഗാനം മുഴക്കപ്പെട്ടതറിഞ്ഞില്ല, വിപ്ലവത്തിന്റെ നാദം മദീനയിലേക്ക് നീങ്ങിയതറിഞ്ഞില്ല, മന്ദമാരുതന്റെ പൂന്തോപ്പിലേക്കൊരു പുതിയ കാറ്റടിച്ച് വീശിയതറിഞ്ഞില്ല, ചരിത്രത്തിന് പുതിയ പുളകം വരാൻ പോണ വിവരം കൊലയാളികൾ അറിഞ്ഞില്ല, കാലത്തിന്റെ വിളിയാളത്തിന് പുതിയ ആമുഖം പകരാൻ വിപ്ലവകാരി മദീനയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോണ വിവരം അറിഞ്ഞില്ല. ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ്. ശത്രുക്കളെ മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ, മുഖങ്ങൾ കോലം കെട്ടുപോകട്ടെ, മുഖങ്ങളുടെ ഷെയ്പ്പ് പോകട്ടെ, കണ്ണുകൾ അന്ധമാകട്ടെ, ഹൃദയങ്ങൾ അന്ധമാകട്ടെ. ഞാനിതാ പോണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. നിന്റെ ശക്തി എവിടെ, നിന്റെ അധികാരം എവിടെ, നിന്റെ ഘടകങ്ങൾ എവിടെ, നിന്റെ ആയുധ ശക്തി എവിടെ, സമ്പദ് ബലം എവിടെ, സൈനിക ബലം എവിടെ, ആൾബലം എവിടെ, തിണ്ണബലം എവിടെ, എണ്ണബലം എവിടെ? ഞാൻ ഇറങ്ങിപ്പോവുകയാണ്, പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക്. അവിടെ അതാ നേരത്തെ ഒരുക്കി നിർത്തപ്പെട്ട ഒട്ടകങ്ങൾ. രാത്രിയുടെ ഏകാന്തത, മരുഭൂമി തണുത്ത് കിടക്കുകയാണ്, കുളമ്പടികൾ മുഴങ്ങുകയാണ്, ഒട്ടകം മടിവെക്കുകയാണ്, മൂന്നാളുകളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അവിടെയും സിദ്ദീഖ് സിദ്ദീഖ് സിദ്ദീഖ്. നബി കയറിയിട്ടേ ഉള്ളൂ, ഹിജറയുടെ ഉത്തരവാദിത്തം മുഴുവൻ സിദ്ദീഖിന്. മൂന്നാളെ ഏൽപ്പിച്ചു, മക്കളെ ഞങ്ങൾ ഹിജറ പോവുകയാണ്, ഞാൻ റസൂലിന്റെ കൂടെ നാടുവിടുകയാണ്. മൂന്നാളെ ഏൽപ്പിച്ചു. ഒന്ന് മൂത്ത മകളായ അസ്മാ ബീവിയെ നോക്കണം. ഹിജറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഒരു സഹോദരിയാണ്, ഒരു പെൺകുട്ടിയാണ്. സിദ്ദീഖിന്റെ മൂത്ത മകളായ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ ഹസ്രത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹാ. അസ്മാ, ഒന്നാമത്തെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കണം. ഞങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം എത്തിക്കേണ്ട ഡ്യൂട്ടി നിനക്ക്. എന്തായിരുന്നു ആ പെൺകുട്ടിയല്ലേ, എന്തായിരിക്കണം ദീനിലെ ഒരു പെൺകുട്ടിയല്ലേ, ചിന്തിക്കണം. അസ്മാ ബീവി, അസ്മാ ബീവിക്ക് പിന്നെ ഒരു പേര് പോലും കിട്ടാൻ ഹിജറ കാരണമായി. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. സൗറിലെ ഗുഹയില് ഒരു ദിവസം ഭക്ഷണം കൊണ്ടുപോകാൻ പാത്രമില്ല. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം മുണ്ടെടുത്തിട്ട് 2 കഷ്ണമായിട്ട് കീറി ആ മുണ്ട് കൊണ്ടൊരു പാത്രം പോലെ ഒന്നുണ്ടാക്കി അതിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ട പിതാവിനും ലോകനായകനും ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അസ്മാവിനൊരു പേര് വീണുപോയി. ദാത്തുന്നിതാഖീൻ, 2 മുണ്ടണിഞ്ഞവളെ. ഹിജറയിൽ പേര് കിട്ടിപ്പോയി. സിദ്ദീഖിന്റെ ഒരു മകൾക്ക് അസ്മാ ബീവി വാഴ്ത്തപ്പെട്ടു പോയി. അസ്മാഇന്റെ ഗർഭപാത്രത്തിലാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ ജനിച്ചത്. അതിലും വാഴ്ത്തപ്പെട്ടു പോയി. ആ അബ്ദുല്ലാഹിബ്നു സുബൈറാണ്. രണ്ടാമതായിട്ട് ഉത്തരവാദിത്തമാർക്കാണ്? അബ്ദുള്ള എന്ന സിദ്ദീഖിന്റെ മകനാണ്. മൂന്നാമത്തേത് അവരുടെ വീട്ടിലെ വേലക്കാരനായ ആമിറിനാണ്. മൂന്നാൾക്ക് ഹിജറയുടെ ഉത്തരവാദിത്തം. നിങ്ങൾ ഭക്ഷണം അവിടെ ഏൽപ്പിക്കണം. പോവുക ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. രാത്രിയാണ്,
മക്കാ നഗരം മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ്. രണ്ടാളും ഒറ്റക്ക് പോവുകയാണ്. ലോകത്തിന് മുസ്ലിങ്ങളുടെ ജനസംഖ്യ 100 കോടിയാണ്. 100 കോടിയുടെ നേതാവ് ഒരാളുടെ കൂടെ ഒറ്റക്ക് പോവുകയാണ്. കൂടെ 100 കോടിയില്ല, 10 കോടിയില്ല, 1 കോടിയില്ല, ലക്ഷമില്ല, 10,000 ഇല്ല, 1000 ഇല്ല, 100 ഇല്ല, 10 പേരുമില്ല. ഒരേ ഒരാൾ രാത്രിയുടെ ഇരുട്ടിലൂടെ രണ്ടാമരിൽ രണ്ടാമന്റെ കൂടെ സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ യാത്ര പുറപ്പെടുകയാണ്. ഒരു കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്നും തിരിഞ്ഞു നോക്കിയത്രേ. കഅബ ശരീഫ്, എന്നെ ജനിപ്പിച്ച മക്ക, ഞാൻ ജനിച്ചു വീണ നാട്, ഞാൻ കളിച്ചു വളർന്ന നാട്, ഞാൻ എല്ലാം അറിഞ്ഞ നാട്. ജനിച്ച നാടിനോട് സ്നേഹം ഏത് മനുഷ്യന്റെ രക്തത്തിലുള്ളതാ? അത് പുസ്തകം എഴുതിണ്ടാക്കേണ്ടതൊന്നുമല്ല, അത് മനുഷ്യന്റെ ചോരയിലുള്ളതാ. ഹിജ്റയിൽ വരെ അതുണ്ട്. മലയുടെ മുകളിൽ കയറിയിട്ട് മക്കാ നഗരമേ വിട, ഞാൻ ജനിച്ച എന്റെ മാതൃരാജ്യമേ വിട, ഞാൻ പോണേ, നിന്നോട് എനിക്കിഷ്ടമാണ് കഅബ, നിന്നോട് എനിക്കിഷ്ടമാണ് മക്ക. നാടുകളിൽ വെച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്, ഞാൻ ജനിച്ച നാട് മക്ക. പക്ഷേ പോകാതിരിക്കാൻ നിർവാഹമില്ല മക്ക. ഞാൻ എൻ്റെ ആദർശത്തിന്, ദീനിന് വേണ്ടി മദീനക്ക് പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. മക്ക നഗരമേ വിട. കുട്ടിക്കാലം ഓർക്കാത്തവരുണ്ടോ? ഗൾഫിലെത്തിയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ വിമാനം കരിപ്പൂരിൽ ഇറങ്ങുമ്പോഴേക്ക്, മലപ്പുറത്തിന്റെ തെങ്ങിന്റെ തല കാണുമ്പോഴേക്ക് ഗൾഫിലെ സഹോദരന്റെ ഹൃദയം തുടികൊട്ടുകയാണ്. പറന്ന നാടേ, എന്തുണ്ടായിട്ടെന്താ കാര്യം? നാട്ടിലെ കഞ്ഞി, നാട്ടിലെ ഉമ്മ വിളമ്പിത്തരുന്ന ചമ്മന്തി, നാട്ടിലെ ഓമന മക്കളുടെ കളിച്ചിരി, നാട്ടിലെ മദ്രസ, നാട്ടിലെ പള്ളി, നാട്ടിലെ ചുറ്റുപാട്, നാട്ടിലെ ഗ്രാമത്തിലെ അങ്ങാടിക്കവല, അവിടുത്തെ മയമാക്കാന്റെ ചായമക്കാൻ, അത് അബൂദാബിയിൽ എവിടെ കിട്ടാൻ, അത് അമേരിക്കയിൽ എവിടെ കിട്ടാൻ, അത് ബോംബെയിൽ പോലും എവിടെ കിട്ടാൻ? പറന്ന നാടേ, എന്റെ പറന്ന നാടേ, എന്റെ കുഞ്ഞുകാലം ഞാൻ ചെലവഴിച്ചത് ദൗലത്ത് ബിലേലോ, യശോഹറത്ത് ബിലേലോ, ദൗലത്ത് ബിലേലോ, യശോഹറത്ത് ബിലേലോ, ഭലേ ചീൻ ലോ മുझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, वो कागज की कश्ती, वो बारिश का पानी. എന്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ, എന്റെ സൽപ്പേര് കൊണ്ടുപോയിക്കോ, എന്റെ പണം കൊണ്ടുപോയിക്കോ, എന്റെ പ്രശസ്തി കൊണ്ടുപോയിക്കോ, പകരം എനിക്ക് തിരിച്ചു തരുമോ എന്റെ കുഞ്ഞുനാളിലെ കടലാസ് തോണി? മഴ വരുമ്പോൾ എന്റെ വീട്ടിന്റെ അടുക്കളയുടെ അകത്തൂടെ ഒഴുകിപ്പോകുന്ന ഇടവഴി വെള്ളത്തിൽ ഞാൻ ഇറക്കാറുണ്ടായിരുന്ന കടലാസ് തോണി, എന്റെ കൂടെ കളിച്ച എന്റെ കൂട്ടുകാരൻ, അതെനിക്ക് തിരിച്ചു തരുമോ? കാഗസ് കി കഷ്ടി, ആ കടലാസിന്റെ തോണി, വബാരിശിൽ കപാനി, അതിറക്കുന്ന മഴവെള്ളം, അതെനിക്ക് തിരിച്ചു നൽകുമെങ്കിൽ പണം നീ എടുത്തോ, എന്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ, എന്റെ പ്രശസ്തി കൊണ്ടുപോയിക്കോ എന്നൊരു കവി പാടിയ പോലെ കുഞ്ഞുനാളുകളും മാതൃരാജ്യവും ഓർക്കാത്തവരാരുണ്ട് മനുഷ്യർക്കിടയിൽ? അല്ലാഹുവിന്റെ റസൂൽ കഅബക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു, വട കഅബ ശരീഫ്, വട കഅബ ശരീഫ്, വട മക്ക ശരീഫ്. മദീനയിലേക്ക് യാത്രയായി. രണ്ടാളും സൗർ ഗുഹയിലെത്തി. സിദ്ദീഖേ, നിങ്ങൾ സൗർ ഗുഹയിൽ എൻ്റെ കൂട്ടുകാരനാണ്, നാളെ ഹൗദുൽ കൗസറിലും നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് സൗർ ഗുഹയിലെത്തി. രണ്ടാളും അവിടെ ഇരുന്നു. ഖുർആൻ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞു. ഖുർആൻ ഏതെങ്കിലും ഒരു സഹാബിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബറിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. വാഴ്ത്തി പറയാൻ, ഗുഹയിലെ രണ്ടാളിൽ രണ്ടാമൻ ഇത് യഖൂലു ലിസാഹിബി, തന്റെ കൂടെയുള്ളവനോട് പറയുന്ന നേരം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വ്യസനിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സൗർ ഗുഹയിൽ അവരെത്തി. പാമ്പുകളോടുന്ന ഗുഹയാണ്, പ്രാവുകൾ പാർക്കുന്ന ഗുഹയാണ്, 8 കാലി വല വെക്കുന്ന ഗുഹയാണ്. അതിലാണ് പോയിട്ട് പാർക്കേണ്ടത്. 3 രാത്രിയാണ് സൗർ ഗുഹയിൽ പാർത്തത്, 3 രാത്രി. സിദ്ദീഖുൽ അക്ബർ ഗുഹയുടെ വക്കത്തെത്തിയപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് നിൽക്കണം. എന്താ സിദ്ദീഖേ? ആദ്യം ഞാൻ കയറാം,
ആദ്യം ഞാൻ കയറിയിട്ട് അപകടം വല്ലതുമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങ് കയറിയാൽ മതി. ഗുഹയിൽ ഞാൻ കയറിയിട്ട് ഗുഹ ഒന്ന് പരിശോധിക്കട്ടെ. സിദ്ദീഖ് ഗുഹയൊക്കെ കയറി പരിശോധിച്ച ശേഷം പറയുന്നു, വന്നാലും കുനിഞ്ഞു കടന്നാലും രാജകുമാരന് പാർക്കാൻ ഗുഹയാണ്. കിസ്രയുടെയും കൈസറിന്റെയും രാജാക്കന്മാർ സിംഹാസനത്തിൽ ഉറങ്ങുമ്പോൾ അല്ലാഹു എന്ന ലോകരാജാവിന്റെ പ്രിയപ്പെട്ട ദൂതനായ രാജകുമാരൻ ഗുഹക്കകത്ത് പാർക്കണമെത്രേ. ഇരുട്ടുള്ള ഗുഹയിൽ 3 രാത്രി കഴിഞ്ഞ് കൂടണമെത്രേ. അവിടെ സിദ്ദീഖിന്റെ മടിയിൽ തല ചായ്ക്കണമെത്രേ. മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി ഉറക്കിൽ, മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി അല്ലാഹുവിന്റെ റസൂൽ. പാമ്പിനറിയില്ലല്ലോ ഗുഹക്കകത്ത് പാമ്പുണ്ട്, തൗർ ഗുഹയിൽ പാമ്പുണ്ട്. ഇന്നും ഹജ്ജാജികൾക്ക്, ഭാഗ്യമുള്ള ഹജ്ജാജികൾക്ക് തൗർ ഗുഹ കാണുമ്പോൾ ഞെട്ടിത്തെറിക്കുന്നു, കൽബ് അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ഈ മല കയറിയവർ, എങ്ങനെ ഈ ഗുഹക്കകത്ത് കയറിയവർ? ഈ ദീനിന്റെ ഒരു സുഖവും ഒരു സൗന്ദര്യവും ഒരു സത്യസന്ധതയല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ ഒന്നും ഭൂമിയിലല്ലേ? ഇത് പഴങ്കഥയല്ലല്ലോ, ഐതിഹ്യമല്ലല്ലോ. ആദ്യം വഹി വന്ന മലയുണ്ട്, ഗുഹയുണ്ട്. ഇന്നും ജബലുർ റഹ്മയിലെ ഹിറാ ഗുഹ, ഹജ്ജിന് പോയിരുന്ന മലയുണ്ടെന്നും മലയുടെ ഗുഹയുണ്ടെന്ന് സൗർ ഗുഹ, ജനിച്ച നാടുണ്ടെന്ന്, ജനിച്ച വീടിന്റെ സ്ഥലം വരെ ഉണ്ടെന്നും ഇപ്പോഴും മക്കത്ത്. വഫാത്തായ സ്ഥലമുണ്ട്, ആയിഷാ ബീവിയുടെ വീട്ടിൽ അവിടെ റൗദാ ഷരീഫ് ഉണ്ട്. എങ്ങനെ ഇതിനൊക്കെ നിഷേധിക്കുക? എങ്ങനെ ഇതിനൊക്കെ തള്ളിക്കളയാ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ ഇതിനൊക്കെ തെറ്റിയിട്ടൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുക? എല്ലാം കണ്ണിന്റെ മുമ്പിൽ സത്യങ്ങളായിട്ട് നിലകൊള്ളുകയാണ്. ആ തൗർ ഗുഹയിൽ 2 ആളും കിടന്നിട്ട് സിദ്ദീഖിന്റെ മടിയിൽ അല്ലാഹുവിന്റെ റസൂൽ തലചായ്ച്ച് കിടക്കുകയാണ്. തലചായ്ച്ച് കിടക്കുന്ന നേരത്ത് പാമ്പ് വന്നിട്ട് സിദ്ദീഖിന്റെ കാലിൽ കൊത്തി. വേദന കൊണ്ട് സിദ്ദീഖ് പൊളയുകയാണ്. പക്ഷേ ആ വേദനയല്ല വലിയ വേദന. ഈ വേദന കൊണ്ട് ശരീരം ഇളകുമ്പോൾ മടിയിൽ കിടക്കുന്ന രാജകുമാരൻ ഉണരുമോ? സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ കൗനൈൻ, ലോകങ്ങളുടെ നായക, മടിയിൽ കിടക്കുന്ന നായക, ഉണരല്ല നായക. എന്റെ വേദന കൊണ്ട് ഞാൻ എന്റെ ശരീരം ഇളക്കുമ്പോൾ ഉറക്കിൽ നിന്ന് വരുതരുതേ നായക, ഉറങ്ങിക്കളയണേ നായക. എന്റെ കണ്ണീരങ്ങയുടെ മേൽ ഇറ്റിപ്പോകാതിരിക്കണേ നായക. കണ്ണീരെങ്ങനെ വിറ്റാതിരിക്കാൻ? സിദ്ദീഖ് വേദന കൊണ്ട് പൊളയുകയാണ്. വിഷപ്പാമ്പ്, വിഷപ്പാമ്പ്. ആരുണ്ട് കാക്കാൻ? ആരുണ്ട് മരുന്നിനോടാൻ? ആരുണ്ട് കൂട്ടു നൽകാൻ? ആരുണ്ട് കൂട്ടുകാരൻ? ആരുമില്ല. ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീര് ഇറ്റിറ്റിറ്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്തെ കുറിച്ച് കണ്ണുനീര് തുള്ളി വീണപ്പോൾ സിദ്ദീഖിന്റെ മടിയിൽ കിടന്ന് ഉണർന്നുകൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട സിദ്ദീഖ്, പ്രിയപ്പെട്ട അബൂബക്കർ, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങേക്ക് എന്ത് പറ്റി? പാമ്പ് കടിച്ച വിവരം സിദ്ദീഖുൽ അക്ബർ പറയേണ്ട താമസം. അവിടുത്തെ വിശുദ്ധമായ ഉമിനീർ, അവിടുത്തെ വിശുദ്ധമായ ഉമിനീർ. സഹീഹ് ബുഖാരിയിലാ പറഞ്ഞത്, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് തോൽവി ഉറപ്പാവുന്നുള്ള ഘട്ടത്തിൽ സഹാബാക്കൾ ഒടുക്കത്തിൽ അടവുണ്ടായിരുന്നു. പറഞ്ഞാൽ ഇവിടെയുള്ള 10,000 വിശ്വസിക്കുന്നതിന് ഉറപ്പാണ്. സഹാബാക്കൾക്ക് ഒടുക്കത്തിലടവ്, യുദ്ധം തോൽക്കുന്ന കണ്ടാൽ വിഷമം ബേജാറും ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണെന്നറിയോ? ഹബീബായ നബിയുടെ അടുക്കലേ കൂടിയിട്ട് ആ ശരീരം കെട്ടിപ്പിടിച്ചമർത്തിപ്പിടിക്കുക. അവിടുത്തെ പുണ്യമായ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകുന്നുണ്ടെങ്കിൽ അത് നാവുകൊണ്ട് സഹാബത്ത് നക്കി കുടിക്കാറുണ്ടായിരുന്നുവെന്ന് സഹീഹ് ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സഹീഹ് ബുഖാരി. ആ സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ആ വിയർപ്പ് ആശ്വാസമാണ്, അത് സിദ്ധ ഔഷധമാണ്. അതിനെ വിയർപ്പ് എന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ വിളിക്കുന്നത് എനിക്ക് വേറെ ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അതിനെ വിയർപ്പ് എന്ന് ഞാൻ വിളിക്കുന്നത് എനിക്ക് വേറൊരു ഭാഷ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ റസൂലിന്റെ ശരീരത്തിന് പൊടിയുന്ന സാധനത്തിന് വേറൊരു ഭാഷ അല്ല എനിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനതിനെ മനുഷ്യന്റെ വിയർപ്പ് എന്ന് വിളിക്കൂലായിരുന്നു. പക്ഷെ വേറൊരു ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ വിയർപ്പ് എന്ന് പറയണം. ആ വിയർപ്പ് അതിനെ ബഹുമാനപ്പെട്ട സഹാബികൾ നാവുകൊണ്ട് നക്കി കുടിക്കാറുണ്ടായിരുന്നുവെന്ന് സഹീഹ് ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അപ്പോഴേക്ക് നമുക്ക് മക്കത്തേക്കൊന്ന് തിരിച്ചു പോകാം. അവിടെ ഇപ്പം എന്താ സ്ഥിതി? കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞിരിക്കല്ലേ? നേരം വെളുക്കട്ടെ, നേരം വെളുക്കട്ടെ എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. നേരം വെളുത്തിട്ടില്ല, നേരം വെളുക്കൂല്ല. നേരം വെളുക്കാത്ത ആണല്ലോ ഈ കുഴപ്പം മുഴുവൻ. നേരം വെളുത്തിട്ടില്ല, അത് തന്നെയാണ് കുഴപ്പം.
അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നേരം വെളുത്തപ്പോൾ നോക്കല്ലേ, ആരാ പുതപ്പിട്ട് കിടക്കണ? മുഹമ്മദ് തന്നെ. പുതപ്പിൽ നിന്നതാ മറ്റൊരു വില്ലാളി വീരൻ ചാടി എഴുന്നേൽക്കുന്നു. അവൻ ബുറ്റാ ഹംസ എന്ന് ഹംസത്തിനെ കുറിച്ച് പാടിയ പോലെ ലാ ഫതാ ഇല്ലാ അലി, അലിയല്ലാതെ ഒരു പോരാളിയില്ല, വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ, ദുൽഫുഖാർ അല്ലാത്ത ഒരു വാളുമില്ല, അലിയുടെ വാളാണ് വാള്. അലി അങ്ങ് എഴുന്നേറ്റു. ചടാ ചാടിയല്ലോ, രക്ഷപ്പെട്ടല്ലോ, പോയി കളഞ്ഞല്ലോ. അബൂജാഹിൽ ദേഷ്യം പിടിച്ച് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, മുഹമ്മദ് രക്ഷപ്പെട്ടിരിക്കുന്നു. 100 ചുവന്ന ഒട്ടകം കിട്ടാൻ മോഹമുള്ളവരുണ്ടോ? പിടിച്ചോണ്ടി. 100 ചുവന്ന ഒട്ടകമാണ് സമ്മാനം. ചുവന്നൊട്ടകം. അബൂജാഹിലിന് അപ്പോഴും കളറ് നല്ല ഓർമ്മ ഉണ്ട്. ചുവന്നൊട്ടകം കളറേ ചുവപ്പ്. അതിന് നല്ല വിലയായിരുന്നു അറബികൾക്കിടയിൽ. അത് തരാ, ചുവന്ന ഒട്ടകം തന്നെ തരാ, 1 അല്ല 2 അല്ല 100 എണ്ണം തരാ, അതിനെ നിങ്ങൾക്കൊന്നിച്ച് സമ്മാനമായിട്ട് തരാം. അപ്പോൾ ഒരാൾ പോയിട്ട് ചോദിച്ചു, കാര്യം തന്നെ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു ഖുറൈശി, നിങ്ങൾ വെറുതെ പറയും 100 ഒട്ടകമൊക്കെ എവിടുന്ന് കിട്ടാനാണ്? അബൂജാഹിലല്ല, മൂപ്പരുടെ പേര് അംർ ഇബ്നു ഹിഷാമാണ്. അബൂജാഹിൽ സഹാബികൾ കൊടുത്ത 1-ാം നമ്പർ ടൈറ്റിലാണ്, വിഡ്ഢികളുടെ നായകൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല കൊണ്ടെന്ന് വന്നാൽ 100 ഒട്ടകം. ശരി തന്നെയാണോ ചോദിച്ചു ഒരാൾ. ശരിയാണോ? എന്താ എനിക്ക് പൂതിയുണ്ടോന്ന് ചോദിച്ചു. ചെറിയ പൂതിയുണ്ട്, ചുവന്ന ഒട്ടകത്തിന് നടന്നു. പുറപ്പെട്ടോ. അങ്ങനെ ഒരാളതാ കുതിരപ്പുറത്ത് പുറപ്പെടുകയാണ്. സുറാഖ പുറപ്പെടുകയാണ്. 100 ഒട്ടകം, 100 ഒട്ടകം, 100 ഒട്ടകം. മനസ്സ് മുഴുവൻ 100 ഒട്ടകം. ഒട്ടകത്തിനോടുള്ള പൂതി കൊണ്ട്, ദുനിയാവിനോടുള്ള പൂതി കൊണ്ട് സത്യനായകനെ പിടിച്ചു കൊടുക്കാൻ സുറാഖ പുറപ്പെടുകയാണ്. സുറാഖ പുറപ്പെട്ട് പോണ സമയത്ത് സുറാഖ ഓരോ സ്വപ്നങ്ങൾ കണ്ടു. 100 ഒട്ടകം, 100 ഒട്ടകം, 100 ഒട്ടകം. ഒന്നുമ്മ ഞാന്, മറ്റേതീം എൻ്റെ പെണ്ണുങ്ങള്, എന്നാലും ബാക്കി 98 എണ്ണം ബാക്കി. കുറച്ചെണ്ണത്തുമ്മ മക്കള്, പിന്നെ ബാക്കിയുള്ളത് നാട്ടുകാരടിയില്. ഞാൻ വലിയ കോടീശ്വരൻ, ഞാൻ വലിയ ധനികൻ, ഞാൻ വലിയ പ്രഭുവായിട്ട് മാറും. 100 ഒട്ടകം, 100 ഒട്ടകം. ഓടുകുതിരേ. സുറാഖ കുതിരയെ ഓടിച്ചു. വേഗത്തിൽ ഓടുകുതിരേ, പെട്ടെന്ന് ഓടുകുതിരേ. അവിടെ എത്തണം. മുഹമ്മദ് പോയ വഴിയെ നോക്കണം, മുഹമ്മദ് പോയ വഴിയെ നോക്കണം. അപ്പൊ 3 കുട്ടികളുണ്ടല്ലോ, 3 ബിരുദന്മാര് പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹിജറയിൽ ഞങ്ങൾ ഗുഹയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരണം, ഞങ്ങളെ നോക്കണം. അബ്ദുള്ള, അബൂബക്കറിന്റെ മകൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അസ്മാ ബീവി, ആമിർ എന്ന വേലക്കാരൻ, 3 കൂടി ഭക്ഷണം കൊണ്ട് പുറപ്പെടുകയാണ്. ഭക്ഷണം കൊണ്ട് പുറപ്പെടുമ്പോൾ 3-മനായ അബ്ദുള്ളാന്റെ പണി നടന്നു പോയ എല്ലാവരുടെയും കാൽപ്പാടുകൾ മരുഭൂമിയിൽ മായ്ക്കുകയാണ്. ഒരു കാലെടുത്ത് വെച്ചാൽ എടുത്തു വെച്ച പാട് മായ്ച്ചു, അടുത്ത കാലെടുത്ത് വെച്ചാൽ അതും മായ്ച്ചു. ശത്രുക്കൾക്ക് വഴി കാണാതിരിക്കാൻ, പോയ വഴി മരുഭൂമിയിൽ കണ്ടുപിടിക്കാൻ അടയാളത്തിന് കാൽപ്പാട് മതി. അത് മായ്ച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുമാ ഈ 3 ആളുകൾ ഗുഹയിലേക്ക് വരികയാണ്. ഭക്ഷണം അങ്ങനെ ഇടക്കെത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ സുറാഖ പുറപ്പെട്ടിട്ടതാ ഹിറാ ഗുഹയുടെ വക്കത്തൂടെ ശത്രുക്കൾ പോകുന്നതായിട്ട് സിദ്ദീഖ് കാണുകയാണ്. ഗുഹയുടെ വക്കത്തൂടെ കാൽപ്പാടുകൾ. അപ്പൊ സുറാഖ് എത്തിയിട്ടില്ല, മറ്റു ശത്രുക്കളാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, റസൂലിനോട് സിദ്ദീഖ് ചോദിച്ചു, അവര് നമ്മളെ പിടിക്കുവോ? എന്നെ പിടിക്കുമോ എന്ന വിചാരമല്ല, ഈ വിളക്ക് അണഞ്ഞു പോകുമോ? ഇത് വിളക്കാണ്, സിറാജും മുനീർ. ഇത് ലോകത്തിന്റെ വിളക്കാണ്, ഇത് കത്തിത്തിളങ്ങേണ്ട വിളക്കാണ്. ഇത് അണഞ്ഞു പോകുമോ? സിദ്ദീഖുൽ അക്ബർ ബേജാറായിട്ട് ചോദിച്ചു, അവർ നമ്മെ പിടിക്കുമോ? അപ്പോഴുണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പറയണ രാജകുമാരൻ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട. ഇവിടെ ഒരു 3-ാമന്റെ സിദ്ദീഖേ, അത് മനസ്സിലാക്കണം. നമ്മൾ കണ്ട് തടിയല്ല ഇവിടെ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഒരു മുഅ്മിന് ഏത് ബേജാറിലും ഉപയോഗിക്കാൻ പറ്റിയൊരു വർത്താനം അന്ന് കിട്ടി. ബേജാറുണ്ടോ, വിഷമുണ്ടോ, പ്രയാസമുണ്ടോ, തോൽവിയുണ്ടോ, ഇടങ്ങറുണ്ടോ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. പരാജയങ്ങളുണ്ടോ, പരാജയത്തിന്റെ പേരിൽ പരിഹാസങ്ങളുണ്ടോ, പരിഹാസത്തിന്റെ പിന്നാലെ ആക്ഷേപങ്ങളുണ്ടോ, എല്ലാവിധ കുത്തുവാക്കുകളുണ്ടോ, നിനക്ക് ചുറ്റും ശത്രുത പണം പടർത്തി ആടുന്നുണ്ടോ, നിനക്ക് ചുറ്റും എതിരാളികൾ വലം വെക്കുന്നുണ്ടോ, ഇന്നല്ലാഹ മഅനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിടിക്കൂല, നമ്മളെ പിടിക്കൂല. പുറത്തിറങ്ങി ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ.
അപ്പോഴേക്ക് സുറാഖയുടെ കുതിര ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു. സുറാഖയുടെ കുതിര ഇങ്ങനെ അടുത്ത് വരുന്നുകൊണ്ടിരിക്കുമ്പോ സുറാഖയുടെ കുതിര അതാ കണ്ടു, രണ്ടാളെ കണ്ടു. അതാ പോണ് രണ്ട് നേലുകൾ, ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, അതിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ 100 ഒട്ടകം ഉറപ്പായി എന്ന് വിചാരിച്ചിട്ട് സുറാഖ കുതിരയെ കൂടുതൽ അടിച്ചു. ഓട് കുതിരേ ഓട്, വേഗത്ത്, അതാ കൊണ്ട് രണ്ടാള് പിടിക്കണം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, സുറാഖയുടെ കുതിരയുടെ കാലിന്റെ കുളമ്പുകൾ മരുഭൂമിയിൽ ആണ്ടുപോയി. എന്ത് പറ്റി? കുതിര അടിച്ചു നോക്കി, കുതിരക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കുളമ്പുകൾ ആണ്ടുപോയി. കുതിര മെല്ലെ മെല്ലെ ഒന്നെണീറ്റു, കുളമ്പ് ഉയർത്തി കിട്ടി. ഓട് കുതിരേ എന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി സുറാഖ അടിക്കേണ്ട താമസം. വീണ്ടും അതാ കുതിരയുടെ കുളമ്പ് താഴെ മരുഭൂമിയിൽ വീണുപോയി. അപ്പോഴേക്ക് പിടികിട്ടാവുന്ന അകലത്തിലതാ അള്ളാഹുവിന്റെ റസൂൽ കയ്യുകൊണ്ട് വലിച്ചു കിട്ടാവുന്ന അവസ്ഥയിൽ റസൂൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സുറാഖ, ജീവൻ പിടിക്കാൻ വന്ന സുറാഖ, തകർക്കാൻ വന്ന സുറാഖ, തന്റെ തലക്ക് വേണ്ടി 100 ഒട്ടകങ്ങളെ മോഹിച്ചു വന്ന സുറാഖ അപ്പോഴുമുണ്ട്. കുതിരയുടെ ഒട്ടകങ്ങൾ കുളമ്പിലാണ്, എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ആ മരുഭൂമിയിൽ സുറാഖയുടെ കാതിൽ ശബ്ദം മുഴങ്ങി. സുറാഖ നോക്കി വലത്തേക്ക്, ആരാ എന്നെ വിളിക്കണത്? ആരുമില്ലല്ലോ. സുറാഖ ഇടത്തോട്ട് പിന്നെയും നോക്കി, ആരുമില്ലല്ലോ. ആരാ എന്നെ വിളിക്കണത്? പിന്നപ്പോഴേ വിളി മുഴങ്ങി സുറാഖ. പിന്നേക്ക് സുറാഖ തിരിഞ്ഞു നോക്കി, ആരുമില്ലല്ലോ. പിന്നെയും സുറാഖ നോക്കി, എന്താ അത് മരുഭൂമി, എന്ത് കുഴപ്പമാണിത്? ആകാശത്തുനിന്ന് മുഴങ്ങുന്ന പോലെ സുറാഖ, നീ പിടിച്ചു കൊടുക്കണ്ട സുറാഖ, സ്വയം തൊലയണ്ട സുറാഖ, ഇത് ലോകത്തിന്റെ അനുഗ്രഹമാണ് സുറാഖ, നീ തകർക്കാൻ വഴി ഒരുക്കണ്ട സുറാഖ, വെറുതെ വിട്ടേര് സുറാഖ, നിനക്ക് പിടിക്കാനാവില്ല സുറാഖ, കയ്യെത്തുന്ന ദൂരത്താണ് ഹബീബ്, പക്ഷെ തൊടാനാവില്ല സുറാഖ. ശബ്ദം കേട്ട് സുറാഖ പിന്നെയും നോക്കി, ഇതെന്തോ ഒരു ഗതികേടാണ്, എന്ത് ശകുനം പിടിച്ച മാതിരി, കുതിരയുടെ കാല് മുഴുവൻ കുളമ്പ് മുഴുവൻ മണലിൽ പൂണ്ടുപോയിരിക്കണേ. അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ പൂമുഖം പുഞ്ചിരിച്ചു സുറാഖ. എന്തിനാ വന്നത്? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു. എന്നെ പിടിക്കാൻ വന്നതാണോ സുറാഖ? ഞാനിവിടെയുണ്ടല്ലോ. സുറാഖ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങയെ പിടിക്കാനാണ് വന്നതെങ്കിലും, അങ്ങയുടെ തലയെടുക്കാനാണ് വന്നതെങ്കിലും, ഇന്ന് ഞാൻ എൻ്റെ തല അങ്ങേക്ക് തരാൻ നിർബന്ധിതനാണ്. ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു, എൻ്റെ തലയും ഹൃദയവും സമർപ്പിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. സുറാഖ ഒരു സത്യം ചെയ്തു, ഞാനിതാ പോണേ, ഒരൊറ്റ കുട്ടിയോട് ഞാൻ പറയൂല, അങ്ങയെ കണ്ട വിവരം പറയൂല. സുറാഖ തിരിച്ചു വരുമ്പോ 100 ഒട്ടകങ്ങളെ മോഹിച്ച് മറ്റു പലരെയും കണ്ടു. ചോദിച്ചു, രണ്ടാള് പോണത് കണ്ടോ? ഞാൻ രണ്ടാളൊന്നും കണ്ടിട്ടില്ല. സുറാഖ പറഞ്ഞു, പിടിക്കാൻ പോയ ആള് 100 ഒട്ടകത്തെ, ചുവന്ന ഒട്ടകത്തെ മോഹിച്ചു പോയ ആള് പറഞ്ഞു, ഞാൻ കണ്ടില്ല. അപ്പോഴേക്ക് ഖുറൈശികൾ ഒരു വീടിന്റെ അടുത്തെത്തി. ആ വീട്ടിന്റെ അടുത്തെത്തിയിട്ട് ആ വീട്ടിലെ ഒരു സ്ത്രീ പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, ഈ വഴിക്ക് രണ്ടാള് പോയോ? 100 ഒട്ടകത്തെ മോഹിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ഈ വഴിക്ക് രണ്ടാള് പോയോ? ആ സ്ത്രീ പറഞ്ഞു, ഞാനങ്ങനെ രണ്ടാള് പോയതൊന്നും ഓർക്കുന്നില്ല. അപ്പൊ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, രണ്ടാള് പോയി. എന്താണ് അവരുടെ അടയാളം? വല്ലതും പറയാനുണ്ടോ? എന്തിനാ അവരിവിടെ വന്നത്? അത് ദാഹിച്ചിട്ട് അവര് പാല് കുടിക്കാൻ വന്നിരുന്നു. രണ്ടാള് അതിവഴി യാത്രക്കാർ. ഖുറൈശികളായ കിങ്കരന്മാര് ചോദിച്ചു, എന്താണ് കുട്ടി ആ 2 പേരുടെ അടയാളങ്ങൾ? പെൺകുട്ടി അങ്ങ് പറയാൻ തുടങ്ങി. പറയാം. ഒന്നാമത്തെ ആളുണ്ടല്ലോ, ചൊങ്കൻ, സുന്ദരൻ, ലോകസുന്ദരൻ, വല്ലാത്ത മുഖമാണ്, വല്ലാത്ത കവൾത്തടമാണ്, വല്ലാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന മുഖമാണ്, എന്തോ ഒരാകർഷണമാണ്, കണ്ടാൽ നോക്കി നിൽക്കുന്ന സൗന്ദര്യമാണ്. ഈ മസ്ജിദിന് പേരിട്ട ഹസ്രത്ത് മുജദ്ദിദ് അൽ-ഫദാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മക്തൂബാത്ത് എന്ന കിതാബിൽ പറഞ്ഞു, അല്ലാഹു ലോകത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഓഹരി വെച്ചപ്പോൾ അതിന് 2ആക്കി പകുത്തു. പലരും വിചാരിച്ചത് യൂസുഫിന് കൂടുതൽ സൗന്ദര്യം കൊടുത്തുവെന്നാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. പക്ഷേ മുജദ്ദിദ് പറയുകയാണ്, ഇമാം റബ്ബാനി പറയുകയാണ്, ശൈഖ് അഹ്മദ് സർഹിന്ദി പറയുകയാണ്, റഹിമഹുല്ലാഹ് വറവഹല്ലാഹു റൂഹഹു വനവറല്ലാഹു ദരീഹഹു വഅഫാദല്ലാഹു അലൈനാ മിൻ ഫുയൂദാതി. ആ മഹാനുഭാവൻ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു ലോക സൗന്ദര്യം ഓഹരി വെച്ചപ്പോൾ ആകെയുള്ള ലോക സൗന്ദര്യത്തെ 2 പകുതിയാക്കി. അതിലെ ഒരു പകുതി എടുത്തിട്ട് പിന്നെയും 2 പകുതിയാക്കി. അതിലെ ഒരു പകുതി, അതായത് ആകെയുള്ള സൗന്ദര്യത്തിന്റെ
കാൽഭാഗം യൂസുഫിന് കൊടുത്തു അലൈഹിസ്സലാത്തു വസ്സലാം. ബാക്കിയുള്ള കാൽഭാഗം ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും കൂടി കൊടുത്തു. അപ്പൊ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കൂടി കൊടുത്ത സൗന്ദര്യമാണ് യൂസുഫിന് കൊടുത്തത് അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ അവിടെ ഒരു മുഴുവൻ പകുതി ബാക്കിയുണ്ടല്ലോ. യൂസുഫിനുള്ള സൗന്ദര്യവും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്ത സൗന്ദര്യവും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഒരു മുഴുവൻ പാതി, ആ മുഴുവൻ പാതി അല്ലാഹു എൻ്റെ ഹബീബിന് നൽകി, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്ന് ഇമാം റബ്ബാനി എഴുതി വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? സഹാബാക്കൾ കണ്ടവര് പറഞ്ഞില്ലേ മുഖത്തേക്ക് നോക്കാൻ പറ്റൂലായിരുന്നാ പറഞ്ഞത്. അതിലും വലിയ തെളിവ് വേറെ വേണോ? വെളിച്ചം കൊണ്ടേ തല താഴ്ത്തി പോകും കുറച്ച് കഴിഞ്ഞാൽ. വെളിച്ചം വെളിച്ചം. ഹിന്ദ് ബിൻ അബീഹാല പറഞ്ഞു, ഒരു ദിവസം രാത്രി ആകാശത്ത് ചന്ദ്രനുണ്ട്, ഭൂമിയിൽ റസൂലുണ്ട്, മാറിപ്പോയി. ഏതാ ചന്ദ്രൻ? പിന്നെ അല്പം വട്ടം കുറവാണ് ആ മുഖത്തിന്, ചന്ദ്രൻ പൂർണ്ണ വട്ടാണ്. അത് കണ്ടിട്ടാ തിരിച്ചറിഞ്ഞത് തിളക്കമാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞത് ആ വെളിച്ചം വല്ലാത്ത വെളിച്ചമാണ്. അല്ലാഹു ആ സൗന്ദര്യം മുഴുവൻ ലോകർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. കാണിച്ചു കൊടുത്താൽ കാണാൻ കഴിയില്ല. ഭൂമിയിലെ കണ്ണുകൊണ്ട് ആ പെൺകുട്ടി തന്നെ പറയട്ടെ വല്ലാത്ത സൗന്ദര്യമാണ് കാണാൻ. പക്ഷേ പിന്നെന്താ അടയാളം? പിന്നെ പറയാം ആ ആളുടെ അടയാളം എന്തോ ഒരു സുന്ദരമായ സംസാരമാണ്. വാക്കുകൾ ഇങ്ങനെ ഒഴുകുകയാണ് മണിമണി പോലെ. പക്ഷേ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒന്ന് പറയാം. ഈ പെൺകുട്ടി വിളിച്ചു പറയുകയാണ്. വല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. ഒരു വാക്ക് മൊഴിഞ്ഞിട്ടേ അടുത്ത വാക്ക് മൊഴിയൂ. സംസാരിക്കുമ്പോൾ പിടപെടാന്നിട്ട് പോവല്ല. ഒരു വാക്ക് മൊഴിഞ്ഞിട്ടടുത്ത വാക്ക്, വാക്കിന്റെ പിന്നാലെ വാക്ക്, വചനത്തിന്റെ പിന്നാലെ വചനം, മുത്തിന്റെ പിന്നാലെ മുത്ത്. അതാണ് ആ സ്വഭാവം എന്ന് പറയേണ്ട താമസം. ഖുറൈശി വിളിച്ചു പറഞ്ഞു, അത് മുഹമ്മദ് തന്നെ, മുഹമ്മദ് തന്നെ, മുഹമ്മദ് തന്നെ. അത്ര സുന്ദരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരറബി ഞങ്ങൾക്കിടയിൽ മുഹമ്മദ് അല്ലാതെ ആരും ജനിച്ചിട്ടില്ല. മുന്തഖബ് കർക്കേ നബീനെ അപ്നി ഹിജ്റത്ത് കാ റഫീഖ്, मुंतखब करके नबी ने अपने हिजरत का रफीक कह दिया गोया सिद्दीक से बेहतर नहीं. ഹിജ്റയിൽ കൂടെ പോയ സിദ്ദീഖിനേക്കാൾ മറ്റാരും ഉത്തമനില്ല. കിസ്നെ സംജാതാ ബജസ് ഉസ്കെ നബുവത്ത് കാ മസാജ് ഗുൽഷനെ ഇസ്ലാം में उसका जैसा दीदवर नहीं था वही त्योहार में जब कह रहे थे ये नबी रब हमारे साथ है सिद्दीक कोई डर नहीं, सिद्दीक कोई डर नहीं, सिद्दीक कोई डर नहीं. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम. अल्लाहुम्मा सल्लि अला मुहम्मद या रब्बി സല്ലി അലൈഹി വസല്ലം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒന്നടങ്കം അല്ലാഹുവെ സ്തുതിച്ച പോലെ ഈ അവസാന ദിവസത്തിൽ ഒരുപാട് വട്ടം സ്തുതിക്കുക. പറയാനിടയാക്കിയതിന്, കേൾക്കാനിടയാക്കിയതിന്, കൂടാനിടയാക്കിയതിന്, ദുആക്ക് ആമീൻ ചൊല്ലാനിടയാക്കിയതിന് റബ്ബേ അല്ലാഹുവേ നീ സർവശക്തൻ, അല്ലാഹുവേ നീ സർവജ്ഞൻ, അല്ലാഹുവേ നിന്റേതാണെല്ലാം തമ്പുരാനെ. കബ് സേ ഖടി ഹും യാ റബ്ബ് ഉമീദ് കേ സഹാരെ, കബ് സേ ഖടി ഹും യാ റബ്ബ് ഉമീദ് കേ സഹാരെ. യേ ദിൽ ന ജാനെ മേനെ കിസ് തരഹ് സേ പുകാരെ. ഏതൊക്കെ രീതിയിലാണ് നിന്നെ വിളിച്ചത്, ഏതൊക്കെ പേരിട്ടിട്ടാണ് നിന്നെ വിളിച്ചത് റബ്ബേ. അല്ലാഹുവേ നിന്നെ വിളിച്ചത് എങ്ങനെയാണ് റബ്ബേ? നീ ദുഃഖ കൊടുങ്കാറ്റിൽ ആശ്വാസത്തിന്റെ അത്താണി തന്നവനല്ലയോ റബ്ബേ? ഉപജീവനത്തിന്റെ വഴി മുട്ടിയപ്പോൾ സഹായഹസ്തം കാട്ടിയത് നീയാണ് റബ്ബേ, സഹായം കാണിച്ചത് നീയാണ് റബ്ബേ. മരണത്തിന്റെ വിരഹത്തിന്റെ ദുഃഖത്തിൽ നീയാണ് ഞങ്ങൾക്ക് അത്താണി സെട്ടിച്ചു തന്നത് റബ്ബേ. നീയാണ് ഞങ്ങൾക്ക് ആശ്വാസത്തിന്റെ മന്ത്രമോദി തന്നത് റബ്ബേ. പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്ന്. അവരില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എല്ലാം മരിക്കുന്നതാണ്, നിങ്ങളും മരിച്ചു പോകുന്നതാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നീ എല്ലാറ്റിലും ഞങ്ങൾക്ക് ആലംബമായവനാണ് റബ്ബേ. നിന്റെ വിചാരം ഒരാളുടെ കൽബിൽ കടന്നാൽ അത് സൃഷ്ടിക്കുന്നത് മഹാത്ഭുതങ്ങളാണ് തമ്പുരാനെ.
ഞങ്ങൾ കേട്ടിരിക്കുന്നു തമ്പുരാനെ. ഒരു സൂഫി ഇന്ത്യ രാജ്യത്ത് ജീവിച്ചത് ഞങ്ങൾ കേട്ടിരിക്കുന്നു റബ്ബേ. ആ സൂഫി ആ കാലഘട്ടത്തിലെ രാജാവിന്റെ ക്ഷണപ്രകാരം ഒരു സദസ്സിലേക്ക് കടന്നു വന്നത് ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. ഇന്ത്യ ചരിത്രത്തിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കൊട്ടാരത്തിലേക്ക് ആ സൂഫി കടന്നു വന്നത് ഞങ്ങൾ ഓർക്കുകയാണ് റബ്ബേ. ശൈഖ് ഖുതുബുദ്ദീൻ മുനവ്വർ തന്റെ മകനായ നൂറുദ്ദീന്റെ കൂടെ ആ സദസ്സിലേക്ക് കടന്നു വന്നത് ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, പെണ്ണുങ്ങൾ വെഞ്ചാമരം വീശുകയാണ്, രാജകിങ്കരന്മാർ കാത്തു നിൽക്കുകയാണ്. സൂഫി കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത്രേ, വലിപ്പം അല്ലാഹുവിനാണ്, ഗാംഭീര്യം അല്ലാഹുവിനാണ്, മഹത്വം അല്ലാഹുവിനാണ്. കസേരയിട്ട രാജാവേ നിനക്കല്ല, നിന്റെ മുമ്പാകെയുള്ള സുന്ദരി പെണ്ണുങ്ങൾക്കല്ല, നിനക്ക് വെഞ്ചാമരം വീശുന്നവർക്കല്ല, നിനക്ക് സ്തുതി പാടുന്ന കൊട്ടാരത്തിലെ വിദൂഷകന്മാർക്കല്ല. നിന്റെ സിംഹാസനം നശ്വരം, നിന്റെ വീട് നശ്വരം, നിന്റെ കൊട്ടാരം നശ്വരം. അനശ്വരമായത് ഒരേ ഒരു സിംഹാസനം മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം. അവനെ ഉറക്കം ബാധിക്കുകയില്ല, അവനെ മറവി ബാധിക്കുകയില്ല. അവന്റെ ഉജ്ജ്വലമായ സിംഹാസനം ലോകത്തിന്റെ ആകാശ ഭൂമികളുടെ സിംഹാസനമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പറഞ്ഞു, എന്റെ വക എന്തെങ്കിലും സമ്മാനം നിങ്ങൾ കൊണ്ടുപോകണം. എന്റെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ 1,00,000 സ്വർണ്ണ നാണയം ഞാൻ നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചുവെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ശൈഖ് ഖുതുബുദ്ദീനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, 1,00,000 സ്വർണ്ണ നാണയം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് വേണ്ട. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹുവിനുള്ളതാണ്. അവന്റെ ഖജനാവിൽ നിന്നാണ് എനിക്ക് അന്നം, അവന്റെ ഖജനാവിൽ നിന്നാണ് എനിക്ക് സമ്മാനം. നിങ്ങളുടെ സമ്മാനം വേണ്ട, എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിർബന്ധം പിടിച്ചപ്പോൾ 2000 സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങ് താ എന്ന് പറഞ്ഞ് കൈകാട്ടി വാങ്ങിയ സൂഫി കൊട്ടാരം വിട്ടിറങ്ങി പോകുമ്പോൾ കൊട്ടാരത്തിന്റെ പടിക്കൽ കാത്തു നിൽക്കുന്ന വേലക്കാർക്ക്, ഫക്കീറന്മാർക്ക് 2000 ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞത്രേ, റബ്ബിന്റെ ഖജനാവുകൾ നിറയട്ടെ, അവൻ തന്നത് നിങ്ങൾക്കുള്ളതാണ്, അവന്റെ എല്ലാം നിങ്ങൾക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിനാണ് ആകാശഭൂമികളുടെ സകല ഖജനാവുകളും. ഇന്ത്യ രാജ്യത്തിലെ മറ്റൊരു സൂഫി ജീവിച്ചിരുന്നു ഡൽഹിയിൽ. ഹസ്രത്ത് ഷംസുല്ലാ മസ്ഹർ ഹസീബ് ജാനാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന ചക്രവർത്തിക്ക് ഇദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നിയപ്പോൾ, സ്നേഹവും ബഹുമാനവും അതിര് കടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ ഒരു ഓഹരി ബഹുമാനപ്പെട്ട സൂഫി നിങ്ങൾ എടുക്കുക. മസ്ഹർ ജാനാൻ അദ്ദേഹം ജമാ മസ്ജിദിന്റെ തൊട്ടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ വിനീതൻ അവിടെ കടന്നു ചെന്ന് ഫാത്തിഹ ഓതിയത് എന്റെ സഹോദരങ്ങളുടെ മുമ്പാകെ അഭിമാനത്തോടെ ഓർത്തു പറയുകയാണ്. അല്ലാഹു മഹത്തുക്കളുടെ കാൽപ്പാടുകളിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. മസ്ഹർ ജാനാനോട് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി പറഞ്ഞു, എന്റെ വിശാലമായ രാജ്യത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ എടുത്തുകൊണ്ടു പോവുക. മസ്ഹർ മറുപടി പറയുകയാണ്, ഖുർആനിൽ ഞാൻ കണ്ടിരിക്കുന്നു, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. നബിയെ അങ്ങ് പറയുക, ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ നിസ്സാരമാണ്, ഇവിടുത്തെ രാജ്യം നിസ്സാരമാണ്, ഇവിടുത്തെ ധനം നിസ്സാരമാണ്, ഇവിടുത്തെ വാസസ്ഥാനം നിസ്സാരമാണ്. ആ നിസ്സാരമായ രാജ്യത്തിന്റെ, നിസ്സാരമായ ലോകം തന്നെ നിസ്സാരമാണെങ്കിൽ അതിന്റെ നിസ്സാരത്തിന്റെ ഒരു പൊട്ടാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ ഒരു പൊട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള ഭരണകൂടം, അതിന്റെ ഒരു പൊട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്. അതിന്റെ ഒരു പൊട്ടെനിക്ക് തന്നിട്ട് എന്ത് കാര്യം? എനിക്ക് എന്റെ രാജാവായ റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ സിംഹാസനത്തിന്റെ അടിയിൽ ഒരണുവായിട്ട് കഴിഞ്ഞാൽ മതി എന്ന് ഹസ്രത്ത് സയ്യിദുനാ ഹബീബുല്ലാഹ് ഷഹീദ് മസ്ഹർ ജാനാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ, നിന്റെ വിചാരം മനസ്സിലേക്ക് കടന്നാൽ അങ്ങനെയാണ്, നിന്റെ വിചാരം മനസ്സിലേക്ക് കടന്നാൽ അങ്ങനെയാണ്. നിന്റെ വിചാരം മനസ്സിലേക്ക് കടന്നാൽ, നിന്നെ ഭയപ്പെട്ടു പോയാൽ നിന്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിഞ്ഞില്ല റബ്ബേ. നിന്റെ ഹബീബായ നബി പോലും നിന്നെ ഓർത്തോർത്ത് കരഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. ഒരു ദിവസം സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ നിന്റെ ഹബീബ് എത്ര അസ്വസ്ഥനായെന്ന് ഞങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്നു റബ്ബേ. ഞങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്നു റബ്ബേ. സൂര്യന് ഗ്രഹണം ഉണ്ടായി
ഉണ്ടായതിൽ നിന്റെ റബ്ബ് എന്തിനാണ് നിന്റെ ഹബീബ് എന്തിനാണ് സ്വാസ്ഥ്യം കൊണ്ടത്? സൂര്യന് ഗ്രഹണം വന്നപ്പോൾ ഭൂമിയിൽ ഇരുട്ട് മൂടിയ പോലെ തോന്നുകയാണ്, ഇരുട്ടെങ്ങും വ്യാപിക്കുകയാണ്. നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സൂര്യഗ്രഹണമുണ്ടായപ്പോൾ അതാ വീട് വിട്ടിറങ്ങിക്കൊണ്ട് മൈതാനത്തേക്ക് കടന്നു പോയത്രേ. സഹാബികൾ പിന്നാലെ പോയത്രേ. ആ സഹാബികൾ കൂടി നിൽക്കുന്ന സമയത്ത് റസൂൽ നിസ്കാരത്തിന് ആരംഭം കുറിച്ചത്രേ. ഹദീസിൽ റിവായത്ത് ചെയ്തിരിക്കുകയാണ് സഹാബികൾ. ആ റുകൂഅ് കണ്ടാൽ തോന്നും ഇനി ഒരിക്കലും ആ റുകൂഅിന് അന്ത്യമില്ലെന്ന്. അത്ര വലിയ റുകൂഅ്, അവസാനിക്കാത്ത റുകൂഅ്. പിന്നെ അതിനുശേഷം റുകൂഅിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വസമിഅല്ലാഹു ലിമൻ ഹമിദ, ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു സുജൂദ് ഉണ്ടാവുകയില്ലെന്ന്. അത്ര നീണ്ടതായ നൃത്തം. പിന്നെ സുജൂദിലേക്ക് വീണപ്പോഴോ ഞങ്ങൾ വിചാരിച്ചു ഈ സുജൂദ് അവസാനിക്കില്ലെന്ന്. അത്ര ദീർഘമായ സുജൂദ്. ആ സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സുജൂദുകൾ കഴിഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം നിന്റെ ഹബീബായ നബി പൊട്ടിക്കരഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. റബ്ബേ അല്ലാ, നീ എനിക്ക് വാക്ക് തന്നില്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ നീ ശിക്ഷിക്കില്ലെന്ന്. ഇത് നിന്റെ ശിക്ഷയുടെ സൂചനയാണോ? നീ ഇവരെ ഹലാക്കാക്കാൻ പോവുകയാണോ? സൂര്യന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്, ചന്ദ്രന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. ക്ഷീരപഥങ്ങൾ നിനക്കുള്ളതാണ്, താരാപഥങ്ങൾ നിനക്കുള്ളതാണ്. നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നത് നിന്നെ ഓർത്ത്, നക്ഷത്രങ്ങൾ കണ്ണ് തുറക്കുന്നതും നിന്നെ ഓർത്ത്. റബ്ബേ, അതുകൊണ്ട് റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ ഓർക്കുന്നു. റബ്ബേ നിന്നെ ഭയപ്പെടുകയാണ്. റബ്ബേ അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കുമോ? റബ്ബേ നീ അവർക്കിടയിൽ ഉള്ളയിടത്തോളം കാലം അവരെ ഞാൻ ശിക്ഷിക്കുകയില്ലെന്ന് നീ ഖുർആനിലേക്ക് വാഗ്ദാനം ചെയ്തില്ലയോ? റബ്ബേ മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയേ, നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ഈ സമൂഹത്തെ ഞാൻ അദാബിന് വിധേയമാക്കുകയില്ല, അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. ഈ ഉറപ്പ് നീ എന്നോട് ലംഘിക്കുമോ റബ്ബേ? ഇവരെ നീ അദാബിലേക്ക് തള്ളിക്കളയുമോ റബ്ബേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ കരഞ്ഞു പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. റബ്ബേ, ഒരു സൂര്യഗ്രഹണത്തിന്റെ സന്ദർഭമുണ്ടായപ്പോഴേക്ക്, സൂര്യഗ്രഹണം കഴിഞ്ഞു വന്നപ്പോഴോ അവിടുത്തെ ഏകമകനായ ഇബ്രാഹിം വഫാത്തായ ദിവസമാണത്. ആ ഇബ്രാഹിമിന്റെ പുണ്യമാക്കപ്പെട്ട ജഡം അവളുടെ വീട്ടിൽ കിടക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു. റബ്ബേ, ആളുകൾ പറഞ്ഞുവെത്രേ എന്തോ ഒരു അത്ഭുതമാണ്, നബിയുടെ പൊന്നുമോന്റെ വഫാത്തിൽ സൂര്യൻ പോലും ദുഃഖിക്കുകയാണ്, സൂര്യൻ പോലും ദുഃഖിക്കുകയാണ്, സൂര്യന് പോലും കഥനം വന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഗ്രഹണമുണ്ടായത്. നബി തിരുമേനി പെട്ടെന്ന് മദീനയുടെ മസ്ജിദിലേക്ക് മിമ്പറിൽ കയറിയത്രേ. ജനങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ജനങ്ങളെ, സൂര്യൻ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. അതിന് ഗ്രഹണമുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ജന്മവുമായി ബന്ധപ്പെട്ടതല്ല, മരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അങ്ങ് അല്ലാഹുവേ, നിന്റെ ഹബീബ് എത്ര ഉത്കൃഷ്ടൻ, നിന്റെ ഹബീബ് എത്ര ഉന്നതൻ, നിന്റെ ഹബീബ് എത്ര ശാസ്ത്രത്തിന്റെ യുക്തിചിന്തയുടെ പ്രതിദാതാവ് നിന്റെ ഹബീബായ നബിയല്ലയോ? ഗ്രഹണം ഉണ്ടായപ്പോ കിട്ടിയ ചാൻസിൽ എന്റെ മകന്റേതാണെന്ന് പറയാൻ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിയില്ല. ലോകത്ത് എത്ര വലിയ നേതാക്കന്മാർ വന്നുപോയി, എത്ര വലിയ ആത്മീയ നായകന്മാർ, പുരോഹിതന്മാർ വന്നുപോയി ചരിത്രത്തിൽ. അവരൊക്കെ കിട്ടിയത് കൊണ്ട് അവരുടെ ആത്മീയത ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. എത്ര മതങ്ങളിൽ, ഇന്ത്യ രാജ്യത്ത് തന്നെ, ഇന്ത്യക്ക് പുറത്ത് തന്നെ, ബാബിലോണിയയിൽ തന്നെ, മെസപ്പൊട്ടേമിയയിൽ തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഇവിടെ ഇതാ അത്ഭുതമായ ഒരു സംഭവം. നബിയെ, അങ്ങയുടെ മകൻ വഫാത്തായിട്ടാണോ ഗ്രഹണം? അല്ല, അതിനെന്റെ മകന്റെ വഫാത്തുമായിട്ട് ബന്ധമില്ല. ഇവിടെ ഇതാ അത്ഭുതമായ ഒരു സംഭവം. നബിയെ, അങ്ങയുടെ മകൻ വഫാത്തായിട്ടാണോ ഗ്രഹണം? അല്ല, അതിനെന്റെ മകന്റെ വഫാത്തുമായിട്ട് ബന്ധമില്ല. എന്നാൽ മകൻ പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. മകന്റെ ശരീരം അവിടെ കിടക്കുമ്പോൾ വീട്ടിലെ ബന്ധുവായ ഒരു സ്ത്രീ കരഞ്ഞു വെത്രേ. കരഞ്ഞത് നബിയുടെ മുമ്പിൽ വെച്ചാണ്. നബി ആ പെൺകുട്ടിയോട് ചോദിച്ചു വെത്രേ, ആരുടെ മുമ്പിലാണ് കരയുന്നതെന്നറിയുമോ? ആരുടെ മുമ്പിലാണ് നീ കരയുന്നതെന്നറിയുമോ പെണ്ണേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണോ നീ മരണത്തിന്റെ പേരിൽ കരയുന്നത്? മരണത്തിന്റെ പേരിൽ നീ കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചാണോ എന്ന് മകനായ ഇബ്രാഹിമിന്റെ വഫാത്തിന്റെ വേളയിൽ ആ സഹോദരിയോട് ചോദിച്ചുവത്രേ.
മറ്റൊരിക്കൽ ഒരു മകളുടെ നിര്യാണവേളയിൽ കരഞ്ഞവരോട് ചോദിച്ചു വെത്രേ, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണോ നിങ്ങൾ കരയുന്നത്? പക്ഷേ മകൾ മരണപ്പെട്ട സമയത്ത് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ കരഞ്ഞ പെൺകുട്ടി ഇത്തിരി ബുദ്ധിയുള്ള വിളവുള്ള കുട്ടിയായതുകൊണ്ട് ആ പൂമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അങ്ങ് അള്ളാന്റെ റസൂലാണ്, അങ്ങയുടെ മുമ്പിൽ വെച്ച് മരണത്തിന് കരയുന്നത് എന്റെ തെറ്റാണെങ്കിൽ അങ്ങയുടെ കണ്ണിൽ എന്തുകൊണ്ടാണ് കണ്ണീര്? പിന്നെ അങ്ങ് എന്തിനാണ് കരയുന്നത്? കരഞ്ഞത് എനിക്ക് തെറ്റാണെങ്കിൽ നബിയെ, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ കണ്ണിൽ എന്തുകൊണ്ട് കണ്ണീരെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, മരണത്തിൽ ദുഃഖിക്കാതിരിക്കാനാകുമോ? ഓമന മക്കളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിഷമിക്കാതിരിക്കാനാകുമോ? ഡൽഹിയിൽ ഒരു സൂഫി ജീവിച്ചിരുന്നു. ആ സൂഫിയുടെ ഒരു മകൻ മരിച്ചുപോയി. മരിച്ചപ്പോ ആ സൂഫി പറഞ്ഞത്രേ, കൊണ്ടുപോയിട്ട് കബറടക്കിയേക്ക് എനിക്കൊരു പ്രശ്നമില്ല. ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അൽ ഇമാമുർ റബ്ബാനി അൽ മുജദ്ദിദുൽ അൽഫിത്താനി അശൈഖ് അഹ്മദുൽ ഫാറൂഖി അൽ ഹനഫി അൻ-നഖ്ശബന്ദി സർഹിന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുകയാണ്, അതിൽ നമുക്ക് മാതൃകയില്ല. സൂഫി മഹാനായിരിക്കാം, പക്ഷെ ആ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ല. മകൻ മരിച്ചപ്പോ കൊണ്ടുപോയിട്ട് കബറടക്കിയേക്ക് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ ബാപ്പയായ സൂഫിയിൽ മുസ്ലിം സമുദായമേ നിങ്ങൾക്ക് മാതൃകയില്ല. മുജദ്ദിദ് അൽ-ഫഥാനി എഴുതി വെക്കുകയാണ്. എന്തുകൊണ്ട് മാതൃകയില്ലാതായി? മകനായ ഇബ്രാഹിം വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, വഇന്നാ ബിമൗതിക യാ ഇബ്രാഹിമ ലമഹ്സൂനൂൻ, എന്റെ മോനായ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്. മോനെ, നീ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. മോനെ, മോനെ, നീ പോയതിൽ ഞങ്ങൾ വിലപിക്കുന്നു. മോനെ, മോനെ, നീ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമാണ്. മോനെ, നിന്റെ വേർപാടെന്നെ കരയിപ്പിക്കുന്നു. മോനെ, അതിലാണ് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് മാതൃക എന്ന് ഇമാം റബ്ബാനി മുജദ്ദിദ് അൽ-ഫഥാനി ശരീഅത്തിനുമായിട്ട് ബന്ധിപ്പിക്കാത്ത തരീഖത്ത് ലോകത്തിന് അപകടമാണെന്ന് പഠിപ്പിച്ച ഹസ്രത്ത് സയ്യിദുനാ മുജദ്ദിദ് അൽ-ഫഥാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മക്തൂബാത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താ ഈ സൂഫിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയായത്. എന്താ അവിടെ വ്യത്യാസം? വ്യത്യാസം റസൂലിന്റെ പ്രകൃതം മനുഷ്യന്റെ പ്രകൃതവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. മോൻ മരിച്ചാൽ ദുഃഖിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണ്, മനുഷ്യന്റെ പ്രകൃതിയാണത്. അള്ളാഹുവിന്റെ റസൂൽ മലക്കല്ല, മനുഷ്യന്റെ പ്രകൃതവുമായിട്ട് ലയിച്ചു നിന്നു. ഒരു ബാപ്പാക്ക് മോന് മരണപ്പെട്ടാൽ ദുഃഖമുണ്ടാകുമെന്ന ആ പ്രകൃതി സത്യത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ സാർത്ഥകമാക്കി. വഇന്നാ ബിമൗതിക യാ ഇബ്രാഹീമ ലമഹ്സൂനൂൻ, എന്റെ മോനായ ഇബ്രാഹീമേ, പൊന്നുമോനെ, നിന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖിതരാൻ. കൊണ്ടുപോയി കബറടക്കിയേക്ക്, മോൻ മരിച്ചെങ്കിൽ എനിക്കതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സൂഫി. അതൊരു ഹാലാണ്. തെറ്റാന്ന് പറയാൻ ഞാനാളല്ല, ഓരോരുത്തരും മനസ്സിന്റെ ഹാലാണ്, അതൊരു ഹാല്. പക്ഷേ മാതൃക അതിനല്ല. മാതൃക ദുഃഖിക്കണം, ദുഃഖമുണ്ടാകും, അത് സ്വാഭാവികമാണ്. ദുഃഖമില്ലെന്ന് പറയുന്നത് വിഷമമാണ്. എന്തുകൊണ്ടാണ് അങ്ങയുടെ മുമ്പാകെ കരയുന്നത്? എനിക്ക് തെറ്റാണെങ്കിൽ അങ്ങയുടെ കണ്ണിൽ എന്താണ് കണ്ണീരെന്ന് വീട്ടിലെ പെൺകുട്ടി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്രേ, ഇന്നൽ മുഅ്മിന അല ബികുല്ലി ഖൈരിൻ അലാ കുല്ലി ഹാൽ ഇന്ന നഫ്സഹു തൻസഉ മൻ ബൈനി ജംബൈഹി വഹുവ യഹ്മദുല്ലാഹ തആല. ഏത് അവസ്ഥയിലും മുഅ്മിൻ സന്തോഷവാനാണ്, അവൻ ഖൈറിലാണ്. അവന്റെ കരൾ പറിച്ചെടുത്താൽ, ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഒരു മുഅ്മിന്റെ കരൾ പറിച്ചെടുത്താൽ, നെഞ്ചിന്റെ കൂട്ടിൽ നിന്ന് ഒരു മുഅ്മിന്റെ ഹൃദയം പറിച്ചെടുത്താൽ നിനക്ക് കാണാം യഹ്മദുല്ലാഹ തആല, അത് അല്ലാഹുവിനെ സ്തുതിക്കുന്നതായിട്ട് നിനക്ക് കാണാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഏത് മനുഷ്യന് ഏത് കാര്യത്തിലും മാതൃകയായി വന്ന റസൂൽ, എല്ലാ വിഷയത്തിലും മനുഷ്യനെ മാതൃക കാണിച്ച റസൂൽ, മരിച്ചാൽ ദുഃഖിക്കുന്ന കാര്യത്തിൽ വരെ മാതൃക കാണിച്ചു തന്ന റസൂല്, ഏത് കാര്യത്തിലും റഹ്മത്തായ റസൂല്. റഹ്മത്ത് ഭീ വഹി, റഹ്മത്തെ ആലം ഭീ വഹി ഹേ. റഹ്മത്തും അവരാണ്, ലോകത്തിന്റെ റഹ്മത്തും അവരാണ്. മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും നബിയാണ്.
अल्लाह ने अक़साम इमामत भी उन्हें दी और बाइसे तख्लीक दो आलम भी वही है. മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹു ഇമാമത്തിന്റെ അധികാരം കൊടുത്തത് അവർക്കാണ്. രണ്ട് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരായതും അവരാണ്. दिन रात महकती है मदीने की फज़ा भी रहमत के बरसते हुए मौसम भी वही है. അനുഗ്രഹത്തിന്റെ വസന്തമായി വന്ന കാലാവസ്ഥയും അവരാണ്. മദീനയുടെ അന്തരീക്ഷത്തിൽ രാവും പകലും സുഗന്ധം പ്രസരിക്കുകയാണ്, സുഗന്ധം പരക്കുകയാണ്. മദീനയുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും സുഗന്ധം പരക്കുകയാണ്. दूरी का मुझे जख्म मिला जिनके करम से दरअसल नरमे जख्म का मरहम भी वही है. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയാണ് വേദന എപ്പോഴും അനുഗ്രഹമാക്കി തീർത്തത്. മെരാബി മദീനെ സേ ബുലാവോ ഉന ആയ, എനിക്കും മദീനയിൽ നിന്നൊരു വിളി കിട്ടിയിരിക്കുകയാണ്. കവി പറയുകയാണ്, എനിക്കും മദീനയിൽ നിന്നൊരു വിളി കിട്ടിയിരിക്കുന്നു. ജോ തെരേ ഹേ യാർ മേരേ ഗം ഭീ വഹി ഹേ, മദീനയിൽ നിന്ന് കിട്ടിയ വിളിയാണ് എൻ്റെ ദുഃഖം, ആ ദുഃഖത്തിലാണ് എൻ്റെ ആനന്ദം. जो तक ने अबू बकर सिद्दीक कहा जाए, सिद्दीक के हमराज भी हमदम भी वही है. സിദ്ദീഖ് മാത്രമല്ല മുഴുവൻ സഹാബികൾ അവർക്ക് നായകരായി വന്നതും ഈ നബിയാണ് അവർക്ക് വഴികാട്ടിയത് എന്ന് കവി പറയുകയാണ്. സത്യത്തിൽ ഈ 3 ദിവസം ഇവിടെ ചർച്ച ചെയ്ത ഈ വിഷയങ്ങളുടെ എല്ലാം ആത്മാവ് ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയാണ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയാണ്. എന്തിനായി സിദ്ദീഖിനെയും ഫാറൂഖിനെയും ചർച്ച ചെയ്യണമെന്നറിയോ? എന്തിനാണത്? ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കാനുള്ള വിവേകമുള്ളവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ വിവേകം കുറഞ്ഞവരുണ്ടാവാം. ഇന്നലെ സലാത്തിന്റെ പ്രാധാന്യം തുടക്കത്തിൽ കുറച്ച് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് പറയാണ്, എന്തിനാ അതിനു വേണ്ടി 20 മിനിറ്റ് എടുത്തത്? ആളുകളുടെ ബോധത്തിന്റെ തകരാറാണ്, ആളുകളുടെ ബോധത്തിന്റെ തകരാറ്. അതുകൊണ്ട് ഞാൻ പറയാണ്, സിദ്ദീഖിന് പറയണതും ഫാറൂഖിന് പറയണതും എല്ലാം പറയണതും അവരുടെ മധ്യത്തിലിരിക്കുന്ന രാജാവിനെ കുറിച്ച് പറയാനാണ്. രാജാവിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഭൃത്യന്മാര് രാജാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. ഭൃത്യനെ കുറിച്ച് പറയുന്നത് രാജാവിനെ കുറിച്ച് പറയാനാണ്. ഈ വിഷയത്തിന്റെ മുഴുവൻ അടിസ്ഥാനം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഇന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തിലെ തന്നെ ഒരു സംഭവം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. 20 മിനിറ്റ് സലാത്തിന്റെ മദ്ഹ് പറയാൻ എന്തിന് ചെലവഴിച്ചുവെന്ന് ചോദിക്കുന്ന ഒരാൾ ഈ സദസ്സിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയാൽ എന്നെ വെറുക്കരുതേ, എന്നെ കുറ്റപ്പെടുത്തരുതേ. സലാത്തിന്റെ പ്രാധാന്യമില്ലാതെ, ഹുബ്ബുൻ നബിയുടെ പ്രാധാന്യം പറയാതെ, മുത്തു മുഹമ്മദിനെ വിളിച്ചു പറയാതെ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പ്രസംഗമില്ല, റമദാന്റെ പ്രഭാഷണമില്ല, ദീനിന്റെ മജ്ലിസില്ല, ഇൽമിന്റെ ഘട്ടമില്ല. എല്ലാം ചെന്ന് മുട്ടി നിൽക്കുന്നത് മുഹമ്മദുൻ അഷ്റഫുൽ അറബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സിനതു ദുനിയാ വ ബഹജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വൽ-ളുലമി, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ഞാൻ ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കാതലായി ഈ കാര്യം ഈ സദസ്സിന്റെ മുമ്പാകെ വെക്കുകയാണ്. ആരാണ് മുഹമ്മദ് എന്നറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ ഓർക്കൽ ഞങ്ങളുടെ റൂഹുകൾക്ക് ഞങ്ങളുടെ റൂഹിന് അതിന്റെ ആനന്ദമാണ്. ആ ആനന്ദമാണ് നബിയെ ഓർക്കൽ. നബിയെ ഓർത്തില്ലെങ്കിൽ റൂഹിന് ആനന്ദമില്ല. സിദ്ദീഖിനെയും ഉമർ ഫാറൂഖിനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും കഥ പറയാനെന്ന് വിചാരിച്ചോ? എങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതൊക്കെ പറയണത് മറ്റൊരാളെ കുറിച്ച് പറയാനാണ്. കൂടെ നടന്നവരെ കുറിച്ച് പറയണത് ആരുടെ ഒപ്പാണോ നടന്നത് ആളെ കുറിച്ച് പറയാനാണ്. ആരുടെ കൂടെ നടന്നിട്ടാണോ ഇവർക്ക് സുഗന്ധമുണ്ടായത്, ചാരിയാൽ ചാരിയത് മണക്കും എന്ന് പണ്ട് മലയാള ഭാഷയിൽ പഴമൊഴി പറഞ്ഞ മാതിരി സിദ്ദീഖിന്റെ കുപ്പായത്തിന് ആരെ ചാരിയപ്പോഴാ സുഗന്ധം ഉണ്ടായത്?
ആളെ പറയാതെ എന്ത് സിദ്ദീഖ്, എന്ത് ഫാറൂഖ്, എന്ത് ഉസ്മാനുൽ ഗനി, എന്ത് ഹൈദറുൽ ഖറാർ റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാനാണ്. ആ റസൂലിനെ ഓർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആത്മാവുകൾക്ക് ആനന്ദമാണ്. റസൂലിനെ ഓർക്കുക എന്നുള്ളത് സകല സമുദായങ്ങൾക്കും കടമയാണ്. നബിയോട് നന്ദി പറയുക എന്നുള്ളത് നബി ഇരുട്ടിനെ അകറ്റുന്ന ദീപമാണ്. ഉമറുൽ ഫാറൂഖിനെയും സിദ്ദീഖിനെയും ചർച്ച ചെയ്യണത് എന്തിനാന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ഞാൻ പറയണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറയട്ടെ, അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഒരു ദിവസം സഹാബികൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുവട്ടത്തും സഹാബികളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ ആഗ്രഹം പറയുന്നു. ഓരോ മനുഷ്യനും മനസ്സിലൊരോ മോഹം ഉണ്ടാവുമല്ലോ, പറ. ആ സഹാബി പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഇൽമുണ്ടാകണം, ധാരാളം അറിവുണ്ടാകണം. ആ ഇൽമു കൊണ്ട് ദീനിന് സേവനം ചെയ്യണം. എൻ്റെ ഇൽമു കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്യണം. ആ ഇൽമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല ആഗ്രഹമായിരിക്കണം. വേറെ ആളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആഗ്രഹം പറയും. മൂന്നാമനായ സഹാബി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ ആഗ്രഹം എനിക്ക് പടക്കളത്തിൽ ഷഹീദാകണം. അങ്ങനെ വിചാരണ കൂടാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. അതാണ് എന്റെ ആഗ്രഹമെന്ന് മൂന്നാളും കൂടി ചോദിച്ചു. ഞങ്ങളോട് ആഗ്രഹം പറയുന്ന ഉമറേ, അമീറുൽ മുഅ്മിനീനെ, അങ്ങയുടെ ആഗ്രഹവും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ആഗ്രഹം ചെറുതാണ്, പക്ഷേ എൻ്റെ ആഗ്രഹം വലുതാണ്. എനിക്ക് സൽമാനെ പോലെയുള്ള സഹാബികളുടെ കൂടെ ഇരിക്കണം. എനിക്ക് ബിലാലിനെ പോലെയുള്ള സഹാബികളുടെ കൂടെ ഇരിക്കണം. എന്തുകൊണ്ടാണ് സൽമാനോടും ബിലാലിനോടും പ്രത്യേക ഇഷ്ടം? അവരെ രണ്ടുപേരെയും എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. ബിലാലിനോട് വലിയ സ്നേഹമായിരുന്നു, സൽമാനോട് വലിയ സ്നേഹമായിരുന്നു. അവരിങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായാൽ അവരെ സ്നേഹിച്ച ഹബീബിന്റെ സ്നേഹം എനിക്ക് കിട്ടുമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വേണമെങ്കിൽ വിഷയമൊക്കെ മാറ്റി വെച്ചിട്ടേ തീരോളം സലാത്തിന്റെ വിധി പറയും. 20 മിനിറ്റ് അല്ല, 200 മിനിറ്റ് പറയും. എല്ലാ വിഷയവും മാറ്റി കൊന്നിട്ട് സലാത്ത് തന്നെ പറയും. അതുകൊണ്ട് അമ്മാതിരി അബദ്ധമുള്ള വർത്താനങ്ങൾ പറയരുത്. 20 മിനിറ്റ് സലാത്തിന്റെ പറയാൻ എന്തിനാ ചെലവഴിച്ചെന്ന് പറയരുത്. ആ മാതിരിയുള്ള പറച്ചിൽ നിന്നാണ് അധപതനത്തിന്റെ തുടക്കം എന്ന് മനസ്സിലാക്കുക. സമുദായത്തിന്റെ അത്താണി അവിടെ വെച്ചിട്ട് ഇല്ലാതാവാന്ന് മനസ്സിലാക്കുക. സമുദായത്തെ സമുദായമായിട്ട് താങ്ങി നിർത്തുന്ന വികാരം മുഹമ്മദീയ വികാരമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അതുകൊണ്ട് പോയിട്ട് കളഞ്ഞു കുളിക്കരുത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം എല്ലാവരും ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ കൊള്ളാം. നബിയുടെ പേര് കേൾക്കുമ്പോൾ ആ വിശുദ്ധമായിട്ടുള്ള വ്യക്തിത്വത്തെ ഓർക്കാൻ, അതിനാണ് ഫാറൂഖ്, അതിനാണ് സിദ്ദീഖ്. അവരെ കുറിച്ചെല്ലാം ഓർക്കുന്നത് അവരുടെ നായകനെ കുറിച്ച് ഓർക്കാനാണ്. അല്ലാമാ ഇക്ബാൽ 2 വരിയിൽ ആ സംഗതി പറഞ്ഞിട്ടുണ്ട്. कि मोहम्मद से वफा तूने तो हम तेरे हैं, कि मोहम्मद से वफा तूने तो हम तेरे हैं, जहान चीज है क्या लौह कलम तेरे हैं. അല്ലാമാ ഇക്ബാൽ പറയാണ്, അല്ലാഹു പറയുന്നതായിട്ട് അല്ലാഹു മുസ്ലിം സമുദായത്തോട് പറയാണ്, കി മുഹമ്മദ് സേ വഫാ തൂനെ, നിനക്ക് മുഹമ്മദിനോട് കൂറുണ്ടോ? तो हम तेरे हैं, ഞാൻ നിന്റെ കൂടെ നിന്നോളാം, ഞാൻ നിന്റെ ആളാണ്. പഠിച്ചോൻ പറയാണ്, മുഅ്മിനേ, എന്റെ നബിയോട് നിനക്ക് കൂറുണ്ടോ? എന്നാ ഞാൻ നിന്റെ ആളാണ്, നീ ചോദിച്ചതൊക്കെ തരാം. ജഹാൻ ചീസ് ഹെ ക്യാ, ഈ ലോകം മുഴുവൻ നിനക്ക് തരാം, നീ എന്റെ നബിയോട് കൂറ് പുലർത്തുകയാണെങ്കിൽ. പക്ഷെ ലോകത്തിൽ എന്തിരിക്കണ്, അതിലപ്പുറം തരാം. ലൗഹ ഖലം തരേ ഹെ, ലൗഹുൽ മഹ്ഫൂദും, വിശുദ്ധ ഖലമും നിനക്കുള്ളതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, നിനക്ക് എന്റെ നബിയോട് കൂറുണ്ടോ? ഇക്ബാൽ ഒരു പുസ്തകം എഴുതി, അതിന്റെ പേര് ശിക്വ എന്നാണ്. ശിക്വ എന്ന് പറഞ്ഞാൽ ആവലാതി. മുസ്ലിം സമുദായത്തിന്റെ പരാധീനതകളെ കുറിച്ച് ഇക്ബാൽ എന്ന മുസ്ലിം സമൂഹത്തിന്റെയും ഈ ലോകത്തിന്റെയും മഹാകവി അള്ളാഹുവിനോട് പരാതി പറയാണ്. പഠിച്ചോനെ, ഞങ്ങൾ ആപത്തിലായി, ഞങ്ങൾ പിന്നോക്കമായി, ഞങ്ങൾക്ക് ഇടങ്ങാറായി, ഞങ്ങൾക്ക് കഷ്ടപ്പാടായി, ഞങ്ങൾക്ക് വിഷമങ്ങളായി, പ്രയാസങ്ങളായി, ഞങ്ങൾക്ക് അധപതനമായി. അതങ്ങോട്ട് എഴുതി ഇക്ബാൽ എന്നിട്ട് വീട്ടിൽ പോയിട്ട് മിണ്ടാതിരുന്നു. ലോകമങ്ങോളം ആ കവിത ചർച്ച ചെയ്യപ്പെട്ടു. ശിക്വ
അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി, അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. അറബികളത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് പാടി, ഇംഗ്ലീഷുകാരത് കൊണ്ടാടി. മറ്റു സകല ഭാഷകളിലും അതിന്റെ പരിഭാഷ വന്നു. എന്നിട്ടൊന്നും ഇക്ബാൽ ഒരു മുണ്ടാട്ടുമില്ലായില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോ ഇക്ബാൽ എഴുതി ജവാബേ ശിക്വ, ആവലാദിക്ക് മറുപടി. ആവലാദിക്ക് മറുപടി. മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് നടത്തിയ ആവലാദി, അതാണ് ശിക്വ. അതിന് മറുപടി ജവാബി ശിക്വ, ആവലാദിക്ക് മറുപടി. ആവലാദിക്ക് മറുപടി അള്ളാഹു പറയുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. നിങ്ങൾക്ക് അധപ്പതനുണ്ടല്ലേ, സമുദായമേ നിങ്ങൾക്ക് കഷ്ടമുണ്ടല്ലേ, നിങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടല്ലേ, എന്താ നിങ്ങളുടെ സ്ഥാനം? നിങ്ങൾ നിങ്ങളുടെ കുഴപ്പത്തിന്റെ കാരണം മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അധപ്പതനത്തിന്റെ കാരണം എന്റെ നബിയോടുള്ള കൂറ് നിങ്ങൾ വെടിഞ്ഞതാണ്, എന്റെ നബിയെ നിങ്ങൾ കൈയൊഴിച്ചതാണ്. ഇത് ബദറുൽ ഉഹുദിലല്ല പറയുന്നത്, 20-ാം നൂറ്റാണ്ടിലെ ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാൽ ഈ ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പിന്നോക്കാവസ്ഥയുടെയും അടിസ്ഥാനപരമായ കാരണം എന്റെ നബിയോടുള്ള കൂറ് കൈയൊഴിച്ചതാണ്. നിനക്ക് മുഹമ്മദിനോട് കൂറുണ്ടെങ്കിൽ അള്ളാഹു പറയുകയാണ്, ഞാൻ നിന്റെ ആളാണ്. ജഹാൻ ചീസ് ഹ ക്യാ, ലോകത്തിന്റെ കാര്യം എന്തിനു പറയണം? ലൗഹ കലം തരേഹേ, ലൗഹും കലമും നിനക്കുള്ളതാണ്. അതുകൊണ്ട് റമദാൻ പ്രഭാഷണം നബിയുടെ മഹത്വം പറയുന്ന സദസ്സാവട്ടെ. പടച്ചോൻ മഹാനായ തങ്ങൾ ഓറുകൾ ഇവിടെ ദുആ ചെയ്തു, ഇത് ഇനിയും നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളതിന് ആമീൻ ചൊല്ലി. പടച്ചോൻ ഇനി ഇത് തൗഫീഖ് ചെയ്യാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ മദ്ഹ് തന്നെ ഇനിയുള്ള കാലത്തും പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കാം. എന്നാ ഈ സോക്കടൊക്കെ മാറി കിട്ടുമല്ലോ. ഈ 20 മിനിറ്റേറിന്റെ സോക്കട് എവിടൊക്കെ റമദാൻ പ്രഭാഷണം ഉണ്ടോ അവിടെ മുഴുവൻ റസൂലിനെ പറയുള്ളൂ എന്ന് തീരുമാനിക്കാം. ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. റമദാൻ പ്രഭാഷണം മരിക്കണവരെ എവിടെ നടത്തുകയാണെങ്കിലും ഈ റമദാൻ പ്രഭാഷണത്തിലെ വിഷയം ഇനി വേറെ വിഷയം വേണ്ട. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സിനതു ദുനിയാ വ ബഹജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വദ്ദുലമി, മുഹമ്മദുൻ ലോകത്ത് രണ്ട് കാലം നടന്നു പോകുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഇമാം ബൂസീരി പാടുകയാണ്, നമ്മുടെ ദീന് നബിയോടുള്ള സ്നേഹമാവട്ടെ. എന്താ എന്റെ ദീന് എന്ന് ചോദിച്ചാൽ എന്റെ ദീന് ഹുബ്ബുൻ നബിയാന്ന് പറയാൻ സാധിക്കട്ടെ. അത് ഏറ്റവും ചുരുങ്ങിയത് സലാത്തിലെങ്കിലും പാലിക്കട്ടെ. എന്നാ പിന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സഹോദരങ്ങളെ. ഇമാം ബൂസീരി ആമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മാസജ്തദം മജറ മിൻ മുഖ്ലതിൻ ബിദമി എന്ന് പാടിയ ഇമാം ബൂസീരി ആ കവിത എഴുതാനുള്ള കാരണം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. മാറാത്ത രോഗം ബാധിച്ചിട്ട് ബൂസീരി കിടപ്പിലായി കിടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ രാജകുമാരൻ പ്രത്യക്ഷപ്പെടുകയാണ്. റൗളയുടെ നായകനേ, മദീനയുടെ നിലാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൂസീരി രോഗമുണ്ടല്ലേ, ബൂസീരി വിഷമമുണ്ടല്ലേ, എന്നെ കുറിച്ചൊരു കവിത എഴുതാൻ പറ്റുമോ ബൂസീരി? ആ കവിത കൊണ്ട് നിങ്ങൾക്ക് ശിഫയാണ്, ആ കവിത നിങ്ങൾക്ക് ശിഫയാണ് ബൂസീരി, അത് നിങ്ങളുടെ രോഗത്തിന് ആശ്വാസമാണ് ബൂസീരി. പിറ്റേന്ന് തന്റെ പേനയെടുത്തുകൊണ്ട് ഇമാം ബൂസീരി തുടങ്ങി. ഈ നമ്മുടെ നാട്ടിലെ കേരളക്കരക്കയില് സകല വഅദിന്റെ മജ്ലിസുകളും തുടങ്ങുന്നത് ബുർദ ബെയ്ത്ത് കൊണ്ടാണ്. ആ പഴയ പാരമ്പര്യം നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി. ഇമാം ബൂസീരി അങ്ങ് എഴുതി വെച്ചു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച്. രോഗം പമ്പ കടന്നു. ഒരു ഉറുദു കവി പറഞ്ഞു, ഞാൻ ഓർക്കാണ്, ഹർ ദർദ് കി ദവാ ഹേ മുഹമ്മദ് കി ശഹർ മേ, ഹർ ദർദ് കി ദവാ ഹേ മുഹമ്മദ് കി ശഹർ മേ. എല്ലാ വേദനയുടെയും മരുന്ന് മുഹമ്മദിന്റെ പട്ടണത്തിലാണ്, മദീനയിലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട. വിഷയം ചർച്ച ചെയ്യുമ്പോൾ റസൂലാണ് ആത്മാവ്, റസൂലിനെ പറയാൻ വേണ്ടി വേറെ ചിലത് പറഞ്ഞു പോവാണ്. അടിക്കല്ല് ഹബീബായ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഇനിയിപ്പോ കുറേ ഇതിങ്ങനെയാണ് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ന് ഉമറുൽ ഫാറൂഖിനെ പറയാൻ സമയം തികയില്ലല്ലേ? തികയണ്ട.
ഇത് കുറെ പറഞ്ഞാൽ അവസാനം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ സമയം കിട്ടൂല. അപ്പോഴേക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ആർക്കാ ഛേദം? നമുക്ക് ആർക്കെങ്കിലും വല്ല ഛേദം ഉണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പൊരുത്തം അതായിരിക്കും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് പൊരുത്തം നിങ്ങൾ എന്നെ കുറിച്ച് പറയണ്ട, എന്നെ ഞാനാക്കിയവനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ എൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന 3 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടറബിയായ ഖത്താബിന്റെ മകൻ ഉമറായിരുന്നുവെന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമ്മോട് പറയും. രാജാവിന്റെ സദസ്സിലേക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഓടി വന്നിട്ട് പറഞ്ഞത്രേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹ് എന്നോട് പൊറുക്കുമോ? അല്ലാഹ് എന്നോട് പൊറുക്കുമോ? എന്താണ് ഉമറേ ഈ അസാധാരണമായ ചോദ്യം? അല്ലാഹുവിന്റെ റസൂൽ പുണ്യഭൂമാൻ ചോദിക്കേണ്ട സന്ദർഭം. അൽ ഫാറൂഖ് മറുപടി പറഞ്ഞു, എന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന 3 പെൺകുട്ടികളെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെൺമക്കളെ മാതാപിതാക്കൾ ജീവനോടെ കൊല്ലുന്ന കാലത്ത്, ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്ത് എന്റെ 3 പെൺമക്കൾ ഞാൻ തന്നെയാണ് കുഴി കുഴിച്ചത്, ഞാൻ തന്നെയാണ് തൂമ്പയെടുത്തത്, ഞാൻ തന്നെയാണ് കുഴിയിലേക്ക് എന്റെ മോളെ ഇറക്കിയത്. അതിന് 3ാമത്തെ മോളെ ഇറക്കിയത് ഞാൻ ഓർക്കുന്നു റബ്ബേ. എന്റെ ഒടുക്കത്തെ പൈതൽ റബ്ബേ, ആ പൈതലിന്റെ കണ്ണിലേക്ക് ഞാനാണ് മണൽ വാരിയെറിഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ, ഞാനാ എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞുമോടെ മുഖത്തേക്ക് ഞാൻ വാരിയെറിഞ്ഞു, മണൽ വാരിയെറിഞ്ഞു. ആ കുട്ടി ഒന്ന് പെടഞ്ഞു. ഒടുക്കത്തെ പെടച്ചിൽ അത് മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലേ, 3 പെൺമക്കളെ കൊന്ന ക്രൂരനാണ് ഈ ഖത്താബിന്റെ മകനായ ഉമർ. പടച്ചവൻ എന്നോട് പൊറുക്കുമോ ഉമറേ? അല്ലാഹുവിന്റെ റസൂലേ, എന്നോട് പൊറുക്കുമോ? 3 പെൺമക്കളെ കൊന്ന ഈ ക്രൂരന്, ഈ രാക്ഷസന് അല്ലാഹു മാപ്പ് നൽകുമോ? അല്ലാഹുവിന്റെ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് തലോടി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഈമാൻ അംഗീകരിച്ചില്ലേ? നിങ്ങൾ ദീനിലേക്ക് വന്നില്ലേ? നിങ്ങൾ ഇബ്നു ഖത്താബിന്റെ മോനെ, നിങ്ങൾ ഫാറൂഖായില്ലേ? അല്ലാഹ് പൊറുത്തിരിക്കണേ ഉമറേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഉമർ പിന്നെ ആരായി? രാജ്യം ഭരിക്കുന്ന ഖലീഫയായി. ഒരു ദിവസം ഉമർ തന്റെ രാജ്യത്തൂടെ ചുറ്റിക്കറങ്ങുകയാണ്. രാജ്യം ഭരിക്കുന്ന ഉമർ രാത്രിഞ്ചരനായിരിക്കുകയാണ്. ചാരനെ പോലെ തന്റെ രാജ്യവാസികൾ എങ്ങനെ ജീവിക്കുന്നുവെന്നറിയാൻ അതാ നടക്കുകയാണ്. പെൺമക്കളെ ജീവനോടെ കൊന്നിട്ട് പെൺവർഗത്തെ വെറുത്തിരുന്ന ഉമർ അതാ ഒരു വീട്ടിൽ നിന്നൊരു വിളക്ക് കാണുന്നു. രാത്രി ഒറ്റക്ക് ഉമർ ആ വീട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. അമീറുൽ മുഅ്മിനീൻ നടന്നു ചെല്ലുന്നു ആ വിളക്കിന്റെ അടുത്തേക്ക്. അപ്പോഴതാ അകത്തു നിന്നൊരു സ്ത്രീയുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുകയാണ്. പാതിരാവിൽ മണല് ധരിച്ചു കിടക്കുകയാണ്. പകൽ മുഴുവൻ വെയിലേറ്റ മരുഭൂമി, രാത്രി തണുത്തിരിക്കുകയാണ്. ഖലീഫയുടെ കൂടെ അംഗരക്ഷകരില്ല, പട്ടാളക്കാരില്ല. ലോകത്തെ ഒരു വലിയ രാജ്യത്തിന്റെ ഭരണാധികാരി ഒറ്റക്ക് ആ വീട്ടിനടുത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ പെണ്ണിന്റെ കരച്ചിലെന്ന് അന്വേഷിക്കാൻ ആ വീട്ടിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വീട്ടിന്റെ അകത്ത് നിന്ന് അതാ ആണ് ഒരാൾ ഇറങ്ങി വന്നു. ആ ആൾക്ക് ഉമറിനെ മനസ്സിലായില്ല. രാജ്യം ഭരിക്കുന്ന ഖലീഫയെ തിരിഞ്ഞില്ല. ഇതേതെങ്കിലും ഒരാൾ വഴിതെറ്റി വന്നവനായിരിക്കുമെന്ന് വിചാരിച്ചു. ഖലീഫ പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. ആ സഹോദരൻ സലാം മടക്കി. എന്താ സഹോദരാ വിഷമം? ആരാ നിങ്ങളുടെ വീട്ടിൽ കരയണത്? ഈ സഹോദരൻ പറഞ്ഞു, അതെന്റെ ഭാര്യ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്. അവൾക്കിതാ ഒരു പേറ്റിച്ചിയില്ല, ഇവിടെ ഒരു നഴ്സില്ല, ഒരു പെണ്ണ് പോലും എന്റെ വീട്ടിലില്ല. ആരെയെങ്കിലും കൊണ്ടുവരാൻ ഞാൻ പോയാൽ എന്റെ ഭാര്യയുടെ ഗതി എന്താകും? പ്രസവ വേദനയാണ്, പ്രസവ വേദനയാണ്. രാത്രി വഴിതെറ്റി വന്ന യാത്രക്കാരനാണെന്ന് ആ സഹോദരൻ ധരിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ പോയിട്ട് വരാം. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ തിരിച്ചെത്തി. രാത്രി കിടന്നുറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാതിലിൽ മുട്ടി, സഹധർമ്മിണി, ഉണരുക പെണ്ണേ, ഉണരുക. രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ ഭാര്യ അതാ രാത്രി ഉണർത്തുകയാണ്. നിദ്രയായിട്ട്. ഏത് നിദ്രയിൽ? മണിമെത്തയിൽ നിദ്ര കൊള്ളേണ്ട രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ പത്നിയെ വിളിച്ചുണർത്തുന്നു. എന്താണ് അമീറുൽ മുഅ്മിനീൻ? ഭാര്യ ചോദിക്കുന്നു ഉമറിനോട്, അങ്ങേക്ക് എന്ത് പറ്റി? എന്തിനായി ആ സമയത്ത് എന്നെ ഉണർത്തിയത്? പെണ്ണെ, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് ഒരു പാവപ്പെട്ട പെണ്ണ് പ്രസവ വേദന കൊണ്ട് പുളയുമ്പോൾ നീ പുതപ്പെട്ടുറങ്ങുകയാണോ പെണ്ണെ? ഇറങ്ങടി പെണ്ണെ എന്റെ കൂടെ, എടുക്കടി ഒരു വട്ടി, വട്ടിയിലൽപ്പം ഈത്തപ്പഴം, കുറച്ച് വസ്ത്രങ്ങൾ. നീ പേറ്റിച്ചിയാകണം, നീ നഴ്സാകണം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യ. ലോക ചരിത്രത്തിൽ ഒരിക്കലേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. 2 വട്ടം സംഭവിച്ചിട്ടില്ല. അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല, റഷ്യയിൽ ഉണ്ടായിട്ടില്ല. ഏകാധിപതികൾ, ജനാധിപത്യത്തിന്റെ നേതാക്കന്മാർ പലരെയും ഈ ഭൂമി കണ്ടു. ഇങ്ങനെ ഒരാളെ ഭൂമി പിന്നെ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല. തന്റെ രാജ്യത്തിലെ ഒരു നാടൻ പെണ്ണിന്റെ പേരെടുക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഇറക്കിക്കൊണ്ടു പോവുകയാണ്. ആ വീട്ടിലെ കഥ ഈ രാത്രിഞ്ചരൻ തിരിച്ചു വരുന്നു, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരുന്നു. ആ വീട്ടിലെ സഹോദരൻ ഓർത്തുപോയി, ഇയാൾ ആരാണ്? വഴിതെറ്റി വന്ന ഈ യാത്രക്കാരൻ ആരാണ്? വഴിതെറ്റി വന്ന ഈ യാത്രക്കാരനിതാ തന്റെ ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്നു, എന്റെ പെണ്ണിന്റെ പ്രസവമെടുക്കാൻ. ഖലീഫയുടെ ഭാര്യ അകത്തേക്ക് പോയി പ്രസവത്തിന്റെ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അമീറുൽ മുഅ്മിനീൻ രണ്ട് കയ്യും കെട്ടി വീട്ടിന്റെ ഉമ്മറത്ത് കാവലിരിക്കുകയാണ്. ഒരു നാടൻ പെണ്ണിന്റെ പേരിന് കാവലിരിക്കുകയാണ്. ഈ ഉമറിനെ കണ്ടിട്ടാണ് പേർഷ്യൻ കൊട്ടാരം വറകൊണ്ടത്. ഈ ഉമറിനെയാണ് പേർഷ്യക്കാര് ഭയപ്പെട്ടത്. ഈ ഉമറിന്റെ നാവിലാണ് സത്യമുണ്ട് സത്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞത്. ആ ഫാറൂഖിനെ കുറിച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഞാൻ എന്റെ രാജ്യമായ ഭാരതത്തിന് ആഗ്രഹിക്കുന്ന ഭരണം ഖലീഫ ഉമറിന്റെ ഭരണമാണ്. അവിടെ നീതി ഉണ്ടാകും, അവിടെ ജനാധിപത്യം ഉണ്ടാകും, അവിടെ സ്വജനപക്ഷപാതമില്ല, അവിടെ അഴിമതിയില്ല, അവിടെ ഏറ്റവും നല്ല സമത്വം ഉണ്ടാകും, അവിടെ സത്യം പുലരും. ആ ഉമർ കാവൽ നിൽക്കുകയാണ്. അസ്വസ്ഥനായിട്ട് ഉമർ വിരല് കടിച്ചിട്ട് വരാന്തയിലൂടെ ഉലാത്തുകയാണ്. ഈ പെണ്ണിന് എന്തെങ്കിലും പറ്റാതിരിക്കട്ടെ, എന്റെ ഈ പാവപ്പെട്ട സഹോദരി സുന്ദരമായിട്ട് പ്രസവിക്കട്ടെ. അപ്പോൾ അകത്തു നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ഉടൻ തന്നെ അകത്തുള്ള പേറ്റിച്ചിയാരാണ്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ സഹധർമ്മിണിയാണ്. ആ പെൺകുട്ടി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യ വിളിച്ചു പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരനെ സന്തോഷ വാർത്ത അറിയിക്കുക, കുട്ടിയാണാണ്, കുട്ടിയാണാണ്. അത് കേട്ടപ്പോ പുറത്ത് നിൽക്കുന്ന ഭർത്താവ് ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് ഈ കേട്ടത്? ഇത് അമീറുൽ മുഅ്മിനീനാണോ? അകത്തുള്ളത് അമീറുൽ മുഅ്മിനീന്റെ ഭാര്യയാണോ? പടച്ചവനെ, ഇതെന്തൊരു കഥ, ഇതെന്തോ ഒരു അത്ഭുതം, ഇതെന്തോ ഒരു വൈചിത്രം. എന്റെ പെണ്ണിന്റെ, എന്റെ ഭാര്യയുടെ പേരെടുക്കാൻ വന്ന് നിൽക്കുന്ന ഈ മനുഷ്യൻ കിസ്റായുടെ കൈസറിന്റെ കൊട്ടാരങ്ങളെ വിറകൊള്ളിച്ച ഉമറാണോ? എന്റെ ഭാര്യയുടെ പേറ്റിച്ചിയായത്, ആ ഭാര്യയുടെ പ്രസവരക്തം കൊണ്ട് തന്റെ കൈകളെ അശുദ്ധമാക്കിയത് അകത്ത് നിൽക്കുന്ന പെണ്ണ് ഈ നിൽക്കുന്ന ഖലീഫയുടെ പത്നിയാണോ? പിന്നെ ആ സഹോദരന് ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കരങ്ങളും നീട്ടി ഉമറുൽ ഫാറൂഖിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മാപ്പാക്കണേ, അമീറുൽ മുഅ്മിനീൻ മാപ്പാക്കണേ, എന്റെ നാടൻ പെണ്ണിന്റെ പേരെടുക്കാൻ അങ്ങ് പത്നിയെ കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ല, മാപ്പാക്കണേ അമീറുൽ മുഅ്മിനീൻ, ഉമറുൽ ഖത്താബേ മാപ്പാക്കണേ. സ്വന്തം ചോരയിൽ പിറന്ന 3 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ അതേ കൈകൊണ്ട് വരെ ഇറങ്ങടി പെണ്ണേ, എന്റെ രാജ്യത്തൊരു പെണ്ണിന്റെ പേരെടുക്കാൻ വാടി പെണ്ണേ എന്ന് ഉമറിനെ മാറ്റിയതാരാണ്? അത് ഈ കിഴക്കിന്റെ രാജാവാണ്, അത് പടിഞ്ഞാറിന്റെ രാജാവാണ്, അത് ഭൂതകാലത്തിന്റെ തുടിപ്പാണ്, അത് വർത്തമാനത്തിന്റെ കരുത്താണ്, അത് ഭാവിയുടെ നായകനാണ്, അത് മക്കയുടെ നിലാവാണ്, അത് മദീനയുടെ കുളിരാണ്, അത് ചരിത്രത്തിന്റെ പുളകമാണ്, അത് കാലത്തിന്റെ വിളിയാളമാണ്, അത് വിപ്ലവത്തിന്റെ തീപന്തമാണ്, അത് പരിവർത്തനത്തിന്റെ പടപ്പാട്ടാണ്, അത് നീതിയുടെ പടവാളാണ്, അത് സത്യത്തിന്റെ പര്യായമാണ്, അത് മുഹമ്മദാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഗേറ്റ് കടക്കുന്നത് രാജാവിനെ കാണാനാണ്. ഗേറ്റിങ്ങിൽ നിന്നിട്ട് മടങ്ങി വരരുത്. ഉസ്മാനെ കണ്ടിട്ട് മടങ്ങിപ്പോരല്ലേ, ഉമറിനെ കണ്ടിട്ട് തിരിച്ചു പോകല്ലേ, സിദ്ദീഖിനെ കണ്ടിട്ട് തിരിച്ചു മടങ്ങി പോകല്ലേ. അപ്പുറത്താണ് രാജാവ്, അപ്പുറത്താണ് ചക്രവർത്തി. മുഹമ്മദുൻ സീനതു ദുനിയാ വ ബഹ്ജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വദ്ദുലമി. അതുകൊണ്ട് മഹാനായ തങ്ങൾ ദുആ ചെയ്തതിനനുസരിച്ച് ഇനി ഒരു റമദാൻ പ്രഭാഷണം ഉണ്ടാവുകയാണെങ്കിൽ വേറൊരു വിഷയവും നമുക്ക് വേണ്ട, റസൂലായിരിക്കട്ടെ നമ്മുടെ വിഷയം സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. ഇനി ഒരു റമദാൻ പ്രഭാഷണത്തിന് അല്ലാഹു വിധി കൂട്ടുമോ? പടച്ചോനറിയാം. നമുക്കിങ്ങനെ പറയാനും ആഗ്രഹിക്കാനുമല്ലാതെ എന്തിന് നിർവൃത്തിയുണ്ട്? ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ഈ ലോകത്ത് കഴിഞ്ഞ റമദാനിൽ നോമ്പ് തുറന്ന് കൈപിടിച്ച് സലാം ചൊല്ലി പിരിഞ്ഞവന്റെ കബറങ്ങ പോയിട്ട് ഇക്കൊല്ലം സലാം ചൊല്ലേണ്ടി വരുന്ന ഈ കാലത്ത് നോമ്പ് തുറക്കാൻ ക്ഷണിച്ച ആളെ ഇക്കൊല്ലം കബറിന്റെ അടിയിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ട് കൈ തുടച്ച് മടങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിയ ആളോട് ഇക്കൊല്ലം റമദാനിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാറി മിനൽ മുഅ്മിനീൻ, ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സലാം
എന്ന് ചൊല്ലേണ്ട അവസ്ഥയല്ലയോ റബ്ബുൽ ആലമീനേ നീ ഞങ്ങൾക്ക് തന്നത്? അതുകൊണ്ട് എങ്ങനെ ആഗ്രഹിക്കാൻ? പടച്ചവന്റെ കയ്യിലാണെല്ലാം കിടക്കുന്നത്. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമർ, ലോകത്ത് ചരിത്രത്തിന് നീതി പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമറിന്റെ നാവിൽ സത്യത്തെ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണമെന്ന് ഇനി വീണ്ടും പറയിപ്പിക്കരുന്ന ഒരു അപേക്ഷ. ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആകുമായിരുന്നുവെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിയാനിന്റെ അടവ് അതിലും പൊളിഞ്ഞ്, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആകുമായിരുന്നു. വേറെ എത്രയോ ഹദീസുകളിൽ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നു. എന്നിട്ടും മലപ്പുറം ജില്ലയുടെ മുഖ്യമൂലകളിൽ ചിലർക്ക് ഖാദിയാനിസത്തോട് താല്പര്യം. ഏതെങ്കിലും മുതലാളി എവിടെയെങ്കിലും വീടെടുക്കുക, ആ മുതലാളി പണം കൊടുക്കുക, എന്നിട്ട് ഖാദിയാനിസം പ്രചരിപ്പിക്കുക, കുഫ്ർ പ്രചരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളെ പ്രവാചകനായി സ്വീകരിക്കുന്ന നിർഭാഗ്യത്തിൽ നിന്ന്, അധപ്പതനത്തിൽ നിന്ന്, അർത്ഥശൂന്യതയിൽ നിന്ന്, നാണക്കേടിൽ നിന്ന് അഭിമാനികളായ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യാം. മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദവി, ലോക മുസ്ലിം പണ്ഡിതൻ, കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പറയാൻ ഈ എളിയവനെ ഏൽപ്പിച്ച ഒരു വസിയത്ത് ഞാൻ ഈ വലിയ സദസ്സിൽ വെച്ച് നിർവഹിക്കുകയാണ്. മംഗലാപുരത്ത് വെച്ച് ഒരിക്കൽ മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബ് എന്നോട് പറഞ്ഞു, കേരളത്തിന്റെ ചില മുക്കുമൂലകളിൽ ഖാദിയാനിസം പ്രചാരം നേടുന്നുണ്ട്. കിട്ടാവുന്ന സന്ദർഭങ്ങളിൽ അതിനെതിരെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഖാദിയാനിസം കുഫ്റാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം. മറ്റുള്ള കുഫറിനേക്കാൾ അപകടമുള്ള കുഫറാണിത്. തൊപ്പിയിട്ട കുഫർ, താടി വെച്ച കുഫർ, പള്ളി ഉണ്ടാക്കുന്ന കുഫർ, മിനാരമുണ്ടാക്കുന്ന കുഫർ, കുബ്ബയുണ്ടാക്കുന്ന കുഫർ, പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമുള്ള കുഫർ. അതുകൊണ്ട് സമുദായത്തെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബദ്ധത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ വിനയസമേതം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ദുആ ചെയ്തു, ഞാനെങ്ങാൻ ഒരു നബി എങ്ങാനും എൻ്റെ കാലശേഷം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിക്ക് സാധ്യതയുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആകുമായിരുന്നു. ഇനി ഇതിനേക്കാളും വലിയ ഒരു ബിരുദം, ഇതിനേക്കാളും വലിയ ഒരു അംഗീകാരം ഉമറിന് വേറെ വേണോ? എനിക്ക് ശേഷം അള്ളാഹു ഒരു നബിയെ അയക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഉമറാകുമായിരുന്നു. ഒരു നബിയാകാനുള്ള യോഗ്യത ഒക്കെ ഈ മനുഷ്യന് തികഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹു. അവിടെ വെച്ച് അവസാനിപ്പിക്കണം ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള എല്ലാ വർത്താനങ്ങളും. പിന്നൊന്നും പറയരുത്, എല്ലാം അവിടെ അവസാനിക്കണം. ഇത് ഗുളികയാണ്. എല്ലാ മരുന്നും കൂടിയും ആറ്റി കുറുക്കി ഉണ്ടാക്കിയ ഒറ്റമൂലിക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതെല്ലാം കൂടി ആറ്റിക്കുറുക്കിയാൽ ഒരു ഗുളികയാകുമെങ്കിൽ അതാണ് ഈ ഗുളിക. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആകുമായിരുന്നു റളിയല്ലാഹു തആല അൻഹു. നബി എനിക്ക് ശേഷം നബി ഉണ്ടാവില്ല എന്ന് തിരിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു. എന്നിട്ടും ഓരോരുത്തർക്ക് നബിയാകാനുള്ള ഒരു കമ്പം. ലാ നബിയ്യ ബഅദി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ശേഷം നബിയില്ല. ഒരിക്കൽ മുസ്ലിം ചരിത്രത്തിൽ ഒരാളുണ്ടായി, ആളെ പേരെന്താണെന്നറിയോ? ലാ. എന്തിനാ ലാ ആയത്? ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷമുള്ള നബി ലാ ആണ്. എനിക്ക് നബി ഇല്ല. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അറബിയിൽ അർത്ഥം. മൂപ്പർക്ക് പേരിട്ടത് ലാ എന്നാണ്. ഞാൻ ലായാണ്. നബിയ്യ ബഅദി, അതാണ് എനിക്ക് ശേഷമുള്ള നബി. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്ത് മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി, സജാഹ്, അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ ഈ ലോകത്ത് വർദ്ധിച്ചു വരുന്നു. ഇന്നും അത് നടക്കുന്നു. എങ്ങനെ ഈ ഖാദിയാനിസം പ്രചരിക്കണം? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യനെ ഖാദിയാനിയാവാൻ കിട്ടുക? അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഈ രാജാവിന് ശേഷം വേറെ നബി ഉണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനെ കിട്ടുമോ? എന്നിട്ട് അതിനുണ്ട് ആള്. നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞ മാതിരി നിരാശപ്പെടണ്ട.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചതിന്റെ തൊട്ട് പിറകെ കള്ളപ്രവാചകനായ മുസൈലിമത്തിന് ആയിരക്കണക്കിന് ആളുകളെ കിട്ടിയെങ്കിൽ പിന്നെന്താ സ്ഥിതി? മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഖാദിയാനിസത്തെ പഠിക്കുന്ന വല്ല വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടെങ്കിൽ അധികമൊന്നും പഠിക്കണ്ട. ഖാദിയാനി പ്രവാചകന്റെ ഇംഗ്ലീഷ് വഹ്യ് പഠിച്ചാൽ മതി. നിങ്ങൾ എന്നാ മനസ്സിലാവും. അതിന്റെ പിന്നാലെ പോകാൻ ആണത്തുള്ളൊരു മനുഷ്യന് സാധിക്കുന്നു. ഇംഗ്ലീഷ് വഹ്യ് ഇവർ പറഞ്ഞു, പണ്ടൊക്കെ വഹ്യ് അറബിയിലായിരുന്നു, ഇതിപ്പോൾ നമ്മളെ കാലൊക്കെ ഇംഗ്ലീഷിന്റെ കാലമായതുകൊണ്ട് ഇംഗ്ലീഷിൽ വരാൻ തുടങ്ങിയിരിക്കണം. കുഴപ്പമൊന്നുമില്ല, വന്നോട്ടെ, പലതിലും വരും. പക്ഷേ ആ വഹ്യിന്റെ ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, വ്യാകരണം. ആ വ്യാകരണം ഈ നബിക്ക് അറിയില്ല എന്ന് ആ ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ആം ദി പ്രോഫറ്റ്, ഞാനാണ് പ്രവാചകൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് മൂപ്പര് ഐ ദി പ്രോഫറ്റ് എന്നേ പറയുള്ളൂ. ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് കുട്ടികൾ പറഞ്ഞിരുന്ന ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് ഞാൻ ഓർത്തുക്കണം. അണ്ടിക്കമ്പനി ഇംഗ്ലീഷ്. അണ്ടിക്കമ്പനി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മുറിയൻ ഇംഗ്ലീഷിന് കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞു. അണ്ടിക്കമ്പനി എന്ന് പറഞ്ഞിട്ട് കോളേജിൽ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞു നടക്കുന്ന ഒരു ഗ്യാങ്. അവരെ കളിയാക്കാൻ വേണ്ടി കോളേജിലെ എൻ്റെ സഹപാഠികളായ വിദ്യാർത്ഥികൾ പറയുന്നത് അണ്ടിക്കമ്പനിക്കാരൻ്റെ ഇംഗ്ലീഷ്. എന്താ, എപ്പോഴും ഇംഗ്ലീഷേ പറയുള്ളൂ, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല, വ്യാകരണം അറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. എന്നാലും ഇംഗ്ലീഷ് പറയാൻ ഒരു പ്രത്യേക ദുരഭിമാനം. അതായിരുന്നു മിർസാ ഗുലാം. ഐ ദി പ്രോഫറ്റ്, ഞാൻ പ്രവാചകൻ. ആം എന്നതിന്റെ അതിന്റെ കൂടെ പറഞ്ഞാലേ വാചകം പൂർത്തിയാവുമെന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ലത്രേ. അദ്ദേഹത്തിന് ഒരുപാട് പ്രവചനങ്ങളുണ്ട്, എല്ലാം പഴച്ചു. ഒരു പ്രവചനം മാത്രം പുലർന്നു. സത്യം പറയണല്ലോ, മിർസാ ഗുലാം അഹമ്മദിന്റെ ഒരു പ്രവചനം പുലർന്നു. അദ്ദേഹത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പടവെട്ടിയിരുന്നു ഇസ്ലാമിന്റെ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, മൗലാന സനാഉല്ലാഹ് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് ഉറുദുവിൽ ഒരു പത്രമൊക്കെ അദ്ദേഹം ഇറക്കിയിരുന്നു. ആ പത്രങ്ങൾ നമ്മളവിടെയൊക്കെ പഠിച്ചു. എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഉറുദു പത്രത്തിൻ്റെ ഒരു 5-8 കെട്ടുകളുണ്ട് ഈ ഉയരത്തിൽ. എൻ്റെ പിതാവ് അന്ന് പഞ്ചാബിൽ നിന്ന് തപാലിൽ വരുത്തിയിട്ടത് വായിക്കാറുണ്ടായിരുന്നു. ഖാദിയാനിസത്തിനെതിരെ അത് ഞാൻ ഇന്നും ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു അമൂല്യ നിധിയായിട്ട്. മൗലാന സനാഉല്ലാഹ് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഖാദിയാനിസത്തിനെതിരെ പടവെട്ടി. ഖാദിയാനിസത്തിനെതിരെ അദ്ദേഹത്തിന്റെ എതിർപ്പ് ശക്തിപ്പെട്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഖാദിയാനി പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പറയുന്ന സനാഉല്ലാഹ് എന്ന പട്ടി, ഇയാളെ ഭാഷയൊക്കെ വളരെ മോശമായിരുന്നേ, ഒരു നബിന്റെ ഭാഷയാണിതേ. സനാഉല്ലാഹ് എന്നുള്ള പട്ടി, ഒരു മഹാപണ്ഡിതനെ അദ്ദേഹം വിളിച്ചാണ്. സനാഉല്ലാഹ് എന്ന പട്ടി പറയുന്നത് തെറ്റും ഞാൻ പറയുന്നത് ശരിയുമാണെങ്കിൽ എന്റെ ജീവിതകാലത്ത് തന്നെ ഈ സനാഉല്ലാഹ് ചത്തുപോകും. അതല്ല, അയാൾ പറയുന്നത് ശരിയും ഞാൻ പറയുന്നത് തെറ്റുമാണെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് തന്നെ ഞാൻ മരിച്ചു പോകും. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാൾ എനിക്ക് ശേഷം ജീവിക്കും എന്ന് പറഞ്ഞു. എല്ലാ പ്രവചനവും തെറ്റെങ്കിലും മിർസാ ഗുലാമിന്റെ ഈ പ്രവചനം സത്യമായിട്ട് പുലർന്നു. മിർസാ ഗുലാമിന്റെ കാലശേഷം ഒരുപാട് കാലം ഹസ്രത്ത് മൗലാന സനാഉല്ലാഹ് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാപണ്ഡിതൻ, ഖാദിയാനിസത്തിനെതിരെ പടവെട്ടിയ മഹാപണ്ഡിതൻ, അദ്ദേഹം ജീവിച്ചു എന്നാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, അല്ലാമ ഇക്ബാൽ ഖാദിയാനിസത്തെ പറ്റിയൊരു 2 ലേഖനം എഴുതിയിട്ടുണ്ട്, അതൊന്ന് പരിഭാഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇക്ബാൽ ഇസ്ലാമിനെതിരെ വന്ന ഓരോ സംഗതിയെയും എതിരിട്ട ഇക്ബാൽ, ഇസ്ലാമിനെതിരെ വന്ന വെല്ലുവിളിയെ എതിരിട്ട ഇക്ബാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നീണ്ട ഒരു കത്തെഴുതി. ആ കത്തൊരു ലേഖനമായിട്ട് മാറി. എന്താ കത്തിലെ വിഷയം എന്നറിയോ? ഖാദിയാനികളും മുസ്ലിങ്ങളും എന്ന് വിശ്വസിക്കരുത്. നെഹ്റു ഒരിക്കലും പ്രസ്താവന ചെയ്തപ്പോൾ ഖാദിയാനികളും മുസ്ലിങ്ങളുടെ ഭാഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പ്രസ്താവന ചെയ്തു. അതിന് മറുപടിയായിട്ട് അല്ലാമ ഇക്ബാൽ ഒരു കത്തെഴുതി നെഹ്റുവിന്. എന്തടിസ്ഥാനത്തിൽ അവരങ്ങൾ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കുന്നത്? നിവൃത്തില്ല, കണക്കാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് മലയാളികൾക്ക് പരിഭാഷപ്പെടുത്തി അറിയിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് ലഘുലേഖയായിട്ട് ഖാദിയാനിസം പ്രചരിക്കുന്ന സ്ഥലത്തൊക്കെ വിചരണം ചെയ്യണമെന്ന് വരെ എനിക്ക് അഭിപ്രായമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പട്ടാമ്പിക്കടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഖാദിയാനിസം പരക്കുകയാണ്. ചില ആൾക്കാർ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഖാദിയാനിസത്തിലേക്ക് പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് അപകടകരമായ കുഫറാണ്. നദ്വി സാഹിബ്, മൗലാന നദ്വി സാഹിബ് പറഞ്ഞ എത്ര ശരിയല്ലേ? മറ്റുള്ള കുഫറിനെ തിരിച്ചറിയും, ഈ കുഫറിനെ തിരിച്ചറിയില്ല. ഇത് പള്ളിയിൽ പോകുന്ന കുഫറാൻ, ഇത് മിനാറുള്ള കുഫറാൻ, ഇത് കുബ്ബയുള്ള കുഫറാൻ, ഇത് തലയിൽ തൊപ്പി വെച്ച കുഫറാൻ, ഇത് താടിയുള്ള കുഫറാൻ. പെട്ടെന്ന് കണ്ടാ മുസ്ലിം വാങ്ങിക്കൊടുക്കേണ്ട നിസ്കാരമുണ്ട്, എല്ലാണ്ട് കണ്ടാ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ അകത്തേക്ക് കടന്നാൽ ഇരുട്ട് നിറഞ്ഞ കുഫറാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നശിപ്പിക്കുന്ന കുഫറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു. എനിക്ക് ശേഷം ഒരു നബിയുണ്ടാകുമായിരുന്നുവെങ്കിൽ
ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ ഓർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ മുത്തായി, മുത്തുരത്നമായി നമ്മൾ ഓർക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ 2 കറാമത്തുകൾ എണ്ണി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്. എന്നാൽ ഔലിയാക്കളിൽ ഏറ്റവും മുമ്പന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സഹാബത്താണ്. ഏത് വലിയ വലിയും എത്ര വലിയ വലിയും എത്ര ചെറിയ സഹാബിയുടെയും താഴെയാണ്. എത്ര വലിയ വലിയും എത്ര ചെറിയ സഹാബിയുടെയും താഴെയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ചെന്നിട്ട് ഒരാൾ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസോ മഹാൻ അതോ മുആവിയയോ മഹാൻ? മുആവിയ സഹാബിയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സഹാബി അല്ലെങ്കിലും രണ്ടാമനായ ഉമർ എന്ന പേര് കൊണ്ട് പ്രസിദ്ധനാണ്, നീതിമാനാണ്, മഹാനായ ഖലീഫയാണ്, അങ്ങേയറ്റം ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹാത്മാവാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസോ മഹാൻ അതോ അമവിയ്യ ഖലീഫയായ പക്ഷേ സഹാബിയായ ഉമർ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനോ മഹാൻ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ മുആവിയയുടെ മൂക്ക്, ഒട്ടകത്തിന്റെ മൂക്കിൽ കയറിയ പൊടി, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ മുആവിയയുടെ ഒട്ടകത്തിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ കയറിയ പൊടിയുണ്ടല്ലോ, ആ പൊടി പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ മഹത്വമുള്ളതാണ്. എന്നിട്ടല്ലേ മുആവിയയുടെയും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെയും താരതമ്യമെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു. ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഇവർക്കൊക്കെ മഹത്വം കിട്ടാനുള്ള കാരണം ആ മഹാനുഭാവനായ ലോകനായകന്റെ കൂടെ കഴിഞ്ഞുകൂടിയതാണ്, സ്വഹബത്താണ്. മൊയ്തീൻ ഷേഖ് ഏറ്റവും വലിയ വലിയാണല്ലേ, ആർക്കും ആ കാര്യത്തിൽ സംശയമില്ല. മുസ്ലിം ലോകത്തിന്റെ ആത്മീയ നക്ഷത്രമാണ് ഹസ്രത്ത് സയ്യിദുനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പക്ഷേ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ് വഹ്ശി അല്ലേ? നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തു. ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന് പിന്നൊന്ന് കുന്തമെറിഞ്ഞു കൊന്ന വഹ്ശി. ആ വഹ്ശി മൊയ്തീൻ ഷേഖിനേക്കാൾ മഹാനാണെന്ന് വിശ്വസിക്കുന്നവനെ മുഅ്മിനാകാൻ സാധിക്കും. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നിൽ നിന്ന് കുന്തമെറിഞ്ഞു കൊന്ന വഹ്ശി ഇസ്ലാമിന്റെ ആത്മീയ ആകാശത്തിലെ വെള്ളി നക്ഷത്രമായ ഹസ്രത്ത് സയ്യിദുനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനേക്കാൾ എങ്ങനെയാണ് മഹാനായി തീരുന്നത്? വഹ്ശി ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ശരിയാണ്, പക്ഷേ വഹ്ശി പിന്നെ ദീൻ വിശ്വസിച്ചു. വഹ്ശി പിന്നെ സഹാബിയായി, റസൂലുള്ളാഹിന്റെ അനുയായിയായി, ആ പുണ്യ റസൂലിന്റെ കൂടെ നടന്നു. അവിടത്തിന്റെ കൂടെ നടന്ന സഹാബിയായി മാറുക വഴി എത്ര വലിയ വലിയനേക്കാളും ഉന്നതമായ സ്ഥാനത്ത് വഹ്ശി എത്തി എന്നാണ് ഇസ്ലാമിലെ ഉലമാക്കളുടെയും ആരിഫീങ്ങളുടെയും ഒറ്റക്കെട്ടായ അഭിപ്രായം. ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ. അതാണ് സഹാബി. അതുകൊണ്ട് സഹാബിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സഹാബിമാരെ ആക്ഷേപിക്കുക, സഹാബിമാരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക, ബഹുമാനമില്ലാതെ അവരെ പരാമർശിക്കുക, അത് ആപത്തായ കാര്യമാണ്. വഹ്ശി റളിയല്ലാഹു തആല അൻഹു, വഹ്ശി അല്ലാഹുവിന്റെ റസൂൽ വഹ്ശിയെ കാണുമ്പോൾ കണ്ണുകടി തിരിച്ചിരുന്നതാണ്. വഹ്ശി സഹാബിയായ ശേഷം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വഹ്ശി കടന്നു വരുമ്പോ സലാം അടക്കിയിട്ട് വഹ്ശിയുടെ മുഖത്തേക്ക് നോക്കാതെ അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഹംസത്തിനെ കൊന്ന വഹ്ശി എന്ന നിലയിൽ ഹംസത്തിനെ ഓർത്തിട്ട് ആ ദുഃഖം താങ്ങാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ വഹ്ശിയെ കാണുമ്പോൾ മുഖം തിരിക്കുമായിരുന്നു. എന്നിട്ടും മൊയ്തീൻ ഷേഖിന്റെ മീതെ കയറിയിരിക്കാണ് വഹ്ശി, സകല ഔലിയാക്കളുടെയും മീതെ കയറിയിരിക്കാണ് വഹ്ശി. എന്തുകൊണ്ട്? സഹാബിയായി പോയി. നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അവര് കണ്ടു. നമ്മൾ ഇവിടെ നിന്ന് കേൾക്കാണ്, കാണുക, പറയാണ്. അവര് കണ്ടു. ആ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, ആ ചന്ദ്രൻ നിലാവ് നൽകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അതുകൊണ്ട് സഹാബിയുടെ സ്ഥാനം അത്യുന്നതമാണ്. ഈ സഹാബികളാണ് ഔലിയാക്കളിൽ ഏറ്റവും മുമ്പന്മാർ. റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. സഹാബികളെ ആക്ഷേപിച്ചുകൂടാ.
ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ കയറി ഒരു ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ നിന്ന് വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ ആളുകൾ കേൾക്കുകയാണ്. അൽ ജബൽ അൽ ജബൽ അൽ ജബൽ യാ സാരിയ, അൽ ജബൽ അൽ ജബൽ,